ഇത് കരുതിക്കൊണ്ട് പോയാൽ ഒരു സ്ഥാനത്തും പരാജയപ്പെടുകയില്ല. ബാക്കി ആരും കൂടെയില്ലെങ്കിലും ദൈവത്തിന്റെ വചനം ഈ നാളുകളിൽ അല്പസമയം കൂടെ നമുക്ക് മുമ്പിലുണ്ട്. കരുതിക്കോണം. ജോസഫ് വിളവുള്ള സ്ഥാനത്തിൽ ധാന്യം ശേഖരിച്ചതുപോലെ കിട്ടാവുന്നിടത്തോളം കരുതിക്കോണം. കിട്ടാവുന്നിടത്തോളം നമ്മൾ സ്റ്റോക്ക് ചെയ്തോണം. ക്ഷാമം വരുന്നുണ്ട്. ആ ക്ഷാമകാലത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനമാണ്. ഈ അടുത്ത സമയത്ത് യൂട്യൂബിലൊക്കെ പ്രചരിക്കുന്നൊരു കാര്യം ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പറഞ്ഞതിന് ശേഷം അടുത്ത ദിവസം ഞാൻ യൂട്യൂബിലെ 1-2 കഴിയുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ഹെവി ഡോസ് വേൾഡ് ആരോഗ്യ സംഘടന ഒരു വലിയ ഹെവി ഡോസ് മനുഷ്യന് കൊടുക്കാൻ പോവാണ്. കാരണം ഇതുകൊണ്ടൊന്നും പറ്റുന്നില്ല. ആ ഹെവി ഡോസ് വാക്സിൻ എടുക്കാതെ ആർക്കും ഇനി രക്ഷയില്ല. ആരും എടുത്തവർക്ക്. പക്ഷേ അതിനകത്ത് അവർ എഴുതിയിരിക്കുന്നത് 2 പേരുടെ സാക്ഷ്യമാണ്. ഈ വരുന്ന ഹെവി ഡോസ് മനുഷ്യന്റെ മസ്തിഷ്കത്തിലെ പ്രവർത്തിച്ചിട്ട് ആത്മീയതയും ദൈവികമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളെയും വിച്ഛേദിക്കുന്ന ഒരു ശക്തി ആ ഹെവി ഡോസിലുണ്ടെന്നാണ്. അതോടുകൂടി മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധത്തെ വിട്ട് വരാൻ പോകുന്ന അധർമ്മമൂർത്തിയെ ആരാധിക്കാൻ അവൻ ബാധ്യസ്ഥനാകുന്നതാണ്. എന്നാൽ അതിനും മേളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി ഉള്ളവർക്ക് മാത്രമേ ഈ കാലത്തിൽ ഒഴിഞ്ഞു പോകാൻ കഴിയുള്ളൂ. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇതിന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി മനുഷ്യപുത്രൻ നിൽക്കേണ്ടതിനും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഇപ്പൊ 3ാമത് പ്രാർത്ഥന. 1 വചനം, 1 ആത്മനിറവ്, പ്രാർത്ഥന. ഇത് കളയാതെ സൂക്ഷിക്കുന്നവര് ഭാഗ്യവാന്മാരാണ്. അവരിൽ ഈ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഈ നാളുകളിൽ ദൈവവചനത്തിന്റെ വികാസനം നമ്മളിൽ ഉണ്ടാകേണ്ടതിന് ആത്മനിറവിൻ ജീവിതം, പ്രാർത്ഥനാ ജീവിതം പുതുക്കി തരേണ്ടതിനായി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. ഓ ലോർഡ് ബിഹബലസം ചിരിപ്പിന്റെ ഭവിഷ്യാത് ഹല്ലേലൂയാ. ലവം ശിരവനവനവലവം ശിരവനവലവം ഷിയാദന. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയാ. ശിരവനവലവം ഷിയാദന. നിങ്ങൾക്കറിയാമല്ലോ, ഈ കാലങ്ങളിൽ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ഇന്ത്യയിൽ, കേരളത്തിൽ നമ്മുടെ വിശ്വാസ വീടുകൾ സഹിതം പലതും അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. പലതും തുറന്നിട്ടില്ല. പലയിടത്തും ആരാധനയില്ല. എങ്കിലും വിശ്വാസത്താൽ നമുക്കിങ്ങനെ കൂടി വരുവാൻ ദൈവം ഒരു സമയം തന്നിരിക്കുന്നു. പലരും ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു, അധൈര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു സുവിശേഷ വേലക്കാരൻ തന്നെ ഒരു വിശ്വാസിന് വീട്ടിൽ പോയി പറഞ്ഞു, "നീ ഞങ്ങൾ വേലക്കാരും മരുന്നെടുക്കേണ്ടി വരുമല്ലോ" എന്ന് പറയാം. അപ്പൊ ചിന്തിച്ചു നോക്കി. അപ്പൊ വേലക്കാരൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വിശ്വാസം ഉറപ്പില്ലാത്തവനെല്ലാം മരുന്നും എടുക്കും, നമ്പരും വെക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് നിങ്ങൾ ബലപ്പെട്ടോണം. ഇപ്പൊ ഈ കിട്ടുന്ന മീറ്റിംഗ് തന്നെ വലിയ അനുഗ്രഹമല്ലേ. ഈ കാലത്തില് എല്ലാവരും ഭയപ്പെടുക മീറ്റിംഗ് നടത്താൻ. എന്നാൽ ചുരുക്കം ചിലടത്ത് മാത്രമേ ചില മീറ്റിങ്ങുകൾ നടക്കുന്നുള്ളൂ. അപ്പോൾ ഈ കിട്ടുന്ന വചനങ്ങൾ സ്റ്റോക്ക് ചെയ്തോണം. ആത്മനിറവിൻ ജീവിതം, പ്രാർത്ഥന, ഇത്രയും മതി. എപ്പോഴും ദൈവസന്നിധി ഇരുന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ അപ്പനോടെല്ലാം മറ്റാരോടാണ് ഷെയർ ചെയ്യേണ്ടത്. എനിക്ക് വലിയ സന്തോഷം. എൻ്റെ മുറിയിൽ എത്ര സമയം ഇരുന്നാലും ഞാൻ യേശുവായിട്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ചില നല്ല താല്പര്യമുള്ള വിശ്വാസികളുടെ വേലക്കാരുടെയൊക്കെ ഫോൺ വരും. അപ്പം ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള ആത്മസന്തോഷം അവരോട് പകരും. പിന്നെ യേശുവിനോട് സംസാരിക്കും. ചിലപ്പോൾ വചനമെടുത്ത് വായിക്കും. ചിലപ്പോൾ യൂട്യൂബിൽ നല്ല ചില മെസ്സേജുകൾ പെട്ടെന്ന് കാണാനിടയാകും. അതും പ്രയോജനപ്പെടും. പിന്നെ ഉള്ള സമയം കൃഷി, അത് സന്തോഷമാണ്. അപ്പം ഇത്രയൊക്കെ മതി. ഇടുക്കിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെയാണ് ഏറ്റവും നേട്ടം. പറമ്പിൽ പണി ചെയ്യുക, നല്ലവണ്ണം പണി ചെയ്യുക, നല്ലവണ്ണം ഭക്ഷണം കഴിക്കുക, നല്ലവണ്ണം പ്രാർത്ഥിക്കുക, നല്ലവണ്ണം ആത്മാവ് നിറയുക, നല്ലവണ്ണം വചനം വായിക്കുക. ഇത് വേറെയും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ക്വാറന്റൈനോ ഈ കോവിഡ് കാലം നമുക്ക് അനുഗ്രഹം തന്നെയാണ്. അവിടെ അലഞ്ഞു തിരിയാതെ നമ്മളെ തന്നെ ബലപ്പെടുത്തേണ്ട കാലങ്ങളാണിപ്പോൾ. ദൈവം അതിന് കൃപ തരുന്നതിനായി സ്തോത്രം ചെയ്യാം.
സ്തോത്രം, 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 സ്തോത്രം. 11-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം വായിക്കാം. 11-1. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകും. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, പക്ഷികളെ നിങ്ങൾ പറന്നു പോകുവിൻ. തമിഴ് പഠിക്കുക. நான் கர்த்தரை நம்பியிருக்கிறேன், பின்ன ஏன் நீங்கள் என் ஆத்துமாவை நோக்கி பட்சியை போல உன் மலைக்கு பறந்து போ என்று சொல்லுகிறேன். പക്ഷിയെ പോലെ പറന്നു പോകും. രണ്ടും കറക്റ്റാണ്. പക്ഷികളെ എന്ന് വിചാരിക്കുന്ന ആരെയാ? പറവകൾ, ആകാശപ്പറവകൾ എന്ന് കേട്ടിട്ടില്ലേ? എവിടെ എഴുതിയിരിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആകാശപ്പറവകൾ, ദൈവരാജ്യം കടുകുമണിയോടുകൂടി സാദൃശ്യം. അത് ഒരു മനുഷ്യൻ എടുത്ത് വയലിലിട്ടെന്നാണ് കടുകുമണി. വായിക്കാം. 32-ാം വാക്യം. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശം, അത് ഒരു മനുഷ്യനെടുത്ത് തന്റെ കടുകുമണിയാന്ന് തോന്നുന്നുണ്ട്. ആ പറമ്പിൽ പോകണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്ത സമയത്ത് ഈ കടുകുമണി കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇതൊക്കെ യാത്ര ചെയ്തവർക്കറിയാം. ഒരു 8 അടി കൂടുതൽ കടുക് പോകത്തില്ല. മാക്സിമം 8 അല്ലെങ്കിൽ 10 അടി കൂടുതൽ കടുകിന് വളർച്ച ഉണ്ടാകത്തില്ല. പക്ഷെ ഇവിടെ പറയുമ്പോൾ സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം, അതൊരു മനുഷ്യനെടുത്ത് വയലിലിട്ട്. വായിക്കാം. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന് സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ. അപ്പൊ ഇത് ദൈവമക്കളെ കുറിച്ച് പറയുന്ന കാര്യം നമുക്കറിയാം. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നതാണ്. എന്തോ വൃക്ഷമാണ്? കടുക് ഒരിക്കലും വൃക്ഷമായി തീരത്തില്ല. പക്ഷെ ഇത് ദൈവരാജ്യത്തിൽ ഉപമയാണ്. അപ്പൊ ഈ കടുകുമണി എന്ന് പറയുന്നത് ചിലരതിന്റെ സയൻസും ഒക്കെ പറയും, ഫിസിക്സും പിന്നെ അതിന്റെ കെമിസ്ട്രിയൊക്കെ എടുത്തുകൊണ്ടുവരും. കടുകുമണി സർക്കിളാണ്, അത് 360 ഡിഗ്രി ഉണ്ട്, അല്ലെ പൂർണ്ണതയാണ് എന്നൊക്കെ പറയും. പക്ഷേ ഈ കടുകുമണി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. എങ്ങനെ അറിയാം? യേശു പറയുന്നു, കടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ. അത് ഇത്രയും വിശ്വാസമൊന്നുമല്ല. കടുകുമണി കർത്താവായ യേശുക്രിസ്തുവാണ്. കടുകുമണിയോളം വിശ്വാസം. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ജീവൻ കൊടുത്ത യേശുക്രിസ്തുവിന്റെ വിശ്വാസം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ മരിച്ചു. വായിച്ച വാക്യം ഗലാത്യലേഖനത്തിലാണ്. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല, ക്രിസ്തുവത്ര എന്നിൽ. അവർക്ക് പൗലോസ് പറഞ്ഞ് മരിച്ചു. പൗലോസ് എന്ന് പറഞ്ഞ വ്യക്തി വർഷങ്ങൾ കൊണ്ട് ഈ മാർഗത്തിൽ വന്ന് താൻ പുറമേ ഒരു ജഡമുണ്ടെങ്കിലും തന്റെ അകത്ത മനുഷ്യരെല്ലാം മരിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചിലപ്പോൾ കാണും ഈ എട്ടുകാലി ചിലപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതാണ്. ചൂരുകൊണ്ട് അടിച്ച് താഴെയിടുമ്പോൾ അതിന്റെ കവർ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അവിടെ പോയി. എട്ടുകാലിയുടെ കുഞ്ഞുങ്ങൾ എട്ടുകാലിയെ തിന്നും. അതാണ് അതിന്റെ പ്രോസസ്. അതിനെ മുഴുവനും തിന്ന് എട്ടുകാലി കുഞ്ഞുങ്ങൾ ബലപ്പെടുമ്പോൾ ഇത് വെറും തോടായി മാറും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, മരിച്ചു. അപ്പൊ നമ്മൾ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അനുദിനം സാഗരം എന്നാണ്, ദിവസം തോറും മരിക്കുന്നു. നമ്മൾ ഈ സത്യം നമ്മുടെ അകത്ത് വരുമ്പോൾ നമ്മളെന്ന് പറയുന്നത് പഴയ മനുഷ്യൻ മരിച്ചുകൊണ്ടേയിരിക്കും. ഞാനോ കുറയണോ അവനോ, അതാണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്. എല്ലാ മെമ്പർമാരായിരുന്നു ജീവിക്കുന്നതല്ല. നമ്മൾ ഈ സത്യം വരുംതോറും ഈ വചനവും സത്യവും നമ്മളെ മരിപ്പിച്ചുകൊണ്ടേയിരിക്കും. മരിപ്പിച്ച് ഇന്നലത്തെ ചെറിയ കുഞ്ഞല്ല ഇന്ന്, കഴിഞ്ഞ ആഴ്ചത്തെ ചെറിയ. അപ്പം ഓരോ ദിവസം ചെല്ലുന്നത് നമ്മുടെ സ്വയവും തന്നിഷ്ടമെല്ലാം മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. വായിച്ച് 2-ാം അധ്യായം 20-ാം വാക്യം. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി തുടക്കത്തിൽ തന്നെ നമ്മൾ സ്നാനത്തിൽ ആ ക്രൂശീകരണത്തിന് സമർപ്പിച്ചാലും നമ്മൾ ഈ മാർഗത്തിൽ വന്ന ഈ ഫാക്ടറിയിൽ, ദൈവത്തിന്റെ സഭയെന്ന ഫാക്ടറിയിൽ വന്ന് നമ്മളെ കടഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമ്മളെ കടഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുപറ്റി നടത്തിപ്പുകാരും അതിനുപറ്റി സാഹചര്യങ്ങളും ലോകമനുഷ്യരും ഒക്കെ നമുക്ക് വരും. അവർ നിമിത്തം നമ്മളെ ഈ പറഞ്ഞ പോലെ കടഞ്ഞെടുത്തുകൊണ്ടേയിരിക്കും. തൈര് കടയിൽ കണ്ടിട്ടില്ലേ? ഞങ്ങൾക്കടുത്തൊരു നായരമ്മ ഉണ്ടായിരുന്നു.
അവർ ഞങ്ങളുടെ പങ്ക് കൃഷി ചെയ്യുമായിരുന്നു. ഇപ്പം ഞങ്ങൾ വലിയ ഫാമിലി ഫ്രണ്ട്സാണ്. പക്ഷെ അമ്മ വലിയൊരു തൈരും കലം കൊണ്ട് വെച്ചിട്ട്, ഇത് പാലിൻ്റെ ഉറ വെച്ചിട്ട് അവിടോട്ട് അങ്ങോട്ടൊരു കൊരണ്ടയിൽ ഇരുന്നുകൊണ്ട് അതങ്ങോട്ട് കടയും. ഇങ്ങനെ കടഞ്ഞ് നല്ല വെണ്ണ എടുക്കും, എനിക്കും തരും. അപ്പോൾ അത് കടഞ്ഞെടുക്കുമ്പോഴാണ് അതിനകത്ത് വെണ്ണ സത്ത് വെളിയിൽ വരുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കടഞ്ഞ് ഉടച്ച് ശരിയാക്കി എടുത്തെടുത്തെടുത്ത് വരുമ്പോൾ നമ്മളിലുള്ള അമൃതം, പാലാഴി മഥനമൊന്നും കേട്ടിട്ടില്ലേ? പഴയ പുരാണങ്ങളിലെ മഹാഭാരതത്തിലാണെന്ന് തോന്നുന്നു. അസുരന്മാരും ദേവന്മാരും തമ്മിൽ ഒരു പാലാഴി മഥനം. പാലാഴി എന്ന് പറയുന്ന കടൽ, ആഴികടൽ. ആ പാലാഴി എന്ന് പറഞ്ഞ കടലിൽ അമൃതമുണ്ട് അവിടെ. അപ്പോൾ ഒരാൾ മരിക്കാതിരിക്കണമെങ്കിൽ അവന് അമൃത് കൊടുക്കണമെന്നാണ്. ഏതോ ഒരു കഥാപാത്രം ഉണ്ട് അതിനകത്ത്. അതിന് അമൃത് കൊടുത്താൽ മരിക്കത്തില്ലെന്ന. അപ്പൊ അമൃതിന് വേണ്ടി ദേവന്മാരും അസുരന്മാരും, ദേവന്മാരെന്ന് പറഞ്ഞാൽ ആരാ? ദൈവമക്കള്. ഇതിന്റെ പകർപ്പാണ്. പക്ഷെ അത് ഈ ഖുറാനും ഇതുമൊക്കെ വേദങ്ങളും ഒക്കെ ഈ ദൈവവചനത്തിന്റെ ഒരു പകർപ്പ് അവർ എഴുതിയെടുത്ത് വെച്ചിരിക്കുകയാണ്. എല്ലാത്തിലും ദൈവാംശം കുറേ ഉണ്ട് താനും, കുറേ മനുഷ്യന്റെ ഇതുണ്ട്. അതാണ് ഈ ഖുറാനിലായാലും ശരി, മറ്റ് ഉപനിഷത്തിലും പുരാണങ്ങളിലും വേദങ്ങളിലും ഒക്കെ. അതുപോലെ ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥങ്ങളിൽ, ക്രിസ്ത്യാനിയുടെ ബൈബിളിലല്ല, എല്ലാ ക്രിസ്ത്യാനിക്കും ഒരു മതഗ്രന്ഥമുണ്ട്. കത്തോലിക്കനും യാക്കോബക്കാർക്കും അവിടെ ഹൈരാർക്കി. അതുപോലെ ഇസ്ലാം മതത്തിനുമുണ്ട്, ഹിന്ദു മതം. അപ്പൊ ഇതെല്ലാം നോക്കുമ്പോഴും അതിനകത്തെല്ലാം ഒരു അന്തസത്തുണ്ട്, ഒരു ഫാക്ട്, മാറ്റർ ഓഫ് ഫാക്ട്, ദൈവികം. അപ്പോൾ ഇതിനൊക്കെ മനുഷ്യന്റെ ബുദ്ധി കയറ്റി അവൻ ചിലതെല്ലാം എഴുതുമ്പോഴാണ് ഇത് പ്രശ്നം വരുന്നത്. അപ്പൊ ദേവന്മാരെന്ന് പറയുന്നത് നമ്മൾ ബൈബിൾ ഭാഷയിൽ ദൈവപുത്രന്മാർ, അസുരന്മാരെന്ന് പറഞ്ഞാൽ പിശാചിന്റെ മക്കൾ, ലോകമക്കൾ. അതാണല്ലോ അവിടെയും പറയുന്നത്. അപ്പൊ ഇവർ ഈ അമൃത് കടയാൻ വേണ്ടി പാലാഴി മഥനം, ഒരു ബന്ധുര് രണ്ടൊരു ഒരു വലിയ സർപ്പത്തെ എടുത്തിട്ടാണ് അതിന്റെ കയറിട്ടിട്ട് രണ്ടുപേരും ഇട്ട് വലിക്കുക. ആർക്ക് കിട്ടുമെന്നുള്ളതാണ്. ജീവൻ മരണ പോരാട്ടമൊന്നുമില്ല. നമ്മൾ പറയുമ്പോൾ ആത്മാവും ജഡനും, ജഡമാണ് അസുരന്മാർ, മറ്റ് ആത്മാവാണ് ദൈവത്തിന്റെ മുകൾ. ഈ പോരാട്ടം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ ഉണ്ടല്ലോ, നമ്മളിൽ തന്നെ ഉണ്ടല്ലോ ഈ പോരാട്ടം. നല്ല ആത്മീയമായ ജീവികൾ വിചാരിക്കും, അപ്പോൾ ഒരു ചെടിയ സ്വഭാവം വരും, അപ്പോൾ ഒരു കോപ സ്വഭാവം വരും, അപ്പോൾ ഒരു അനുസരണക്കേട് വരും. അതാണ് അസുര സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യുക. അതിനെ ഓവർകം ചെയ്യുമ്പോൾ അവിടെ വരുന്നതാണ് അമൃത്, നിത്യജീവൻ. അത് ഉദാഹരണം അല്ലെങ്കിൽ കഥ പഠിപ്പിക്കുകയാണത്. അങ്ങനെ കടഞ്ഞു വന്നപ്പോൾ ആദ്യം കിട്ടിയതെന്താണ്? ഈ സർപ്പത്തിന്റെ വിഷമാണ് വന്ന് നോക്കണം. സർപ്പത്തിന്റെ വിഷം ഇല്ലേ? പണ്ട് വയലാർ ആറ് എഴുതിയൊരു പാട്ടിനകത്തുണ്ട്. ദൈവം പർദീസയിൽ, ദൈവോത്തരനായ ക്രിസ്തു ഭൂമിയിൽ വന്ന് പർദീസ സ്ഥാപിച്ചു. പക്ഷെ മനുഷ്യൻ പാമ്പിനെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നൊരു പാട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെയാണ് ഈ വിഷം ഇവർ കടയാൻ തുടങ്ങുമ്പോൾ ആദ്യം കിട്ടുന്നത് എന്താ? നമ്മളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവത്തിന്റെ ആത്മാവ് കടയും തോറും നമ്മളിലുള്ളതായ പ്രാകൃത സ്വഭാവങ്ങൾ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ് ഈ മാർഗത്തിന്റെ എല്ലാത്തിന്റെയും സാരം. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ച്. ആവർത്തനം 8:2. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയാനും. നിന്റെ ഹൃദയത്തിലിരിക്കുന്ന, അതിനാണ് ഈ മാർഗം എന്ന് പറയുന്നത്. നമ്മളിവിടെ വരുമ്പം എന്ത് ചെയ്യുന്നു? വലിയ അച്ചായന്മാരൊക്കെ ആയിട്ട്, അമ്മച്ചിമാരൊക്കെ ആയിട്ട് നല്ല ടിപ് ടോപ്പില് വെള്ളയൊക്കെ ഇട്ട് വെള്ള മീശയൊക്കെ പഠിച്ച്, ഞായറാഴ്ചയാണെങ്കിൽ 2 പ്രാവശ്യം പഠിക്കുമല്ലോ. അങ്ങനെയുള്ളവരുണ്ട്. ഞായറാഴ്ച 2 പ്രാവശ്യം പഠിക്കണമെന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. കാരണം നമ്മൾ ദൈവമക്കളാണ്. നമ്മുടെ മുഖം നോക്കിയാൽ എങ്ങനെ ഇരിക്കണം? നല്ല തേജസ്. അതിന് ഷേവിലാണ് തേജസ്സിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാൽക്കുലേഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് അതിനകത്തോട്ട് കയറുമ്പോൾ കിടന്ന് വൈബ്രേഷൻ ഉണ്ടാക്കുക. ഇന്ന് ഇവിടെ എത്ര പേരുടെ ഹൃദയത്തിൽ വൈബ്രേഷൻ ഉണ്ടായെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ ഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. മനസ്സിലാകുന്നു. എനിക്കും ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ പ്രസംഗിക്കുന്ന എനിക്കും തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ ചിലപ്പോൾ നല്ല പ്രസംഗമൊക്കെ ചെയ്യും, ആ പ്രസംഗം തന്നെ നമുക്കിട്ടും കൊള്ളും. അങ്ങനെ നമ്മൾ അറിയാതെ നമ്മുടെ പ്രാകൃത സ്വഭാവങ്ങളെ വെളിപ്പെടുത്തുന്നതാണ് ഈ മാർഗം എന്ന് പറയുന്നത്. അല്ല ഇവിടെ മനുഷ്യരെ പൊക്കിക്കൊണ്ട് പോകുന്നതല്ല, മനുഷ്യരെ ഉടച്ച് തകർത്തില്ലാതാക്കുക. പുത്രനെ തകർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. നമ്മുടെ ചില സുവിശേഷകരക്കാർക്ക് ആ വെളിപ്പാടില്ല. അവർ ചില മനുഷ്യരെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ചില ലാഭത്തിന് വേണ്ടി അവർ പൊക്കി അവരും നശിക്കും, ഇവരും നശിക്കും. അപ്പോൾ അതിലാരും ആഗ്രഹിക്കരുത്. നമ്മളെ തകർക്കണം. പുത്രനെ തകർക്കാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയ പോലെ നമ്മൾ തകർത്തെങ്കിൽ മാത്രമേ പുതിയ മനുഷ്യനുണ്ടാകത്തുള്ളൂ. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി
ഉരിഞ്ഞു കളഞ്ഞ് പുതുക്കം പ്രാപിച്ച പുതുമനുഷ്യൻ. എല്ലാം വരുമ്പോ സ്വത്രം ഹല്ലേലൂയ, ചായൻ, അമ്മച്ചി, അമ്മാമ്മ പട്ടിയെ മറിച്ചത്, ഞങ്ങളെ അപ്പച്ചൻ, കൂപ്പച്ചൻ മറ്റത് മറിച്ചത്, അതെന്തുവാണ് വിളിച്ചോട്ടെ, നമുക്ക് വിഷയമല്ല. പക്ഷെ നമ്മളാരാണെന്ന് നമ്മൾ അറിയണം. ആര് നമ്മളെ പൊക്കിയാലും നമ്മൾ ആരാന്ന്. ഇന്നലെ ഒരു ഇന്റർവ്യൂ രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുക. രണ്ടുപേരും നല്ല അറിയപ്പെട്ട മനുഷ്യരാണ്, വളരെ അറിയപ്പെട്ട മനുഷ്യരാണ്, നല്ല മനുഷ്യരുമാണ്. അപ്പോൾ ഒരുത്തരും ഇച്ചിരി പൊക്കി പറയുന്ന പോലെ, പൊക്കിയല്ല, ഞാൻ നിങ്ങളെ ഒരു നല്ല വശം പറയുകയാണ്, അത് പൊക്കുക എന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനുഷ്യൻ പറഞ്ഞു, ഞാൻ കസേരയിലൊന്ന് ശരിക്കൊന്ന് പിടിച്ചിരുന്നോട്ടെ എന്ന് പറഞ്ഞു. എന്താ പൊങ്ങി പോകാതിരിക്കാൻ. അപ്പൊ അവൻ അറിവുള്ളവനാണ്. നീ എന്നെ പൊക്കിയാലും ഞാൻ ഇത് പിടിച്ചിരുന്നോട്ടെ, കാരണം പൊങ്ങിയെങ്ങാനും പോയി മേളിലോട്ട് പോയി ടെറസിലിടിക്കത്തില്ലേ, മേളിൽ ടെറസല്ലേ, അങ്ങനെ പൊക്കി വിട്ടാൽ പോയി ഇടിക്കുന്നവിടാ. എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ ഈ ആൾക്കാർ പൊക്കാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ മുറുക്കി പിടിച്ചോണം. അപ്പൊ അവൻ എളുപ്പനായി മാറിക്കോളും. അപ്പൊ ഇങ്ങനെ കാര്യസാധ്യത്തിന് വേണ്ടി മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കും. ഇതെല്ലാം അപകടമാണ്. അപ്പൊ നമ്മുടെ മാർഗം നമ്മളെ തകർക്കുക എന്നുള്ളതാണ്. പുത്രനെ തകർക്കുന്നതിന് പിതാവിന് ഇഷ്ടം തോന്നി. എന്നെ കുത്തി, പ്രസംഗത്തിൽ കുത്തി. ഡോക്ടർമാർ ഇതിന് ഓപ്പറേഷൻ ചെയ്യുന്നില്ല. ഓപ്പറേഷൻ ചെയ്ത് അത് ക്ലിയർ ആക്കണ്ടേ എന്ന് പറഞ്ഞ പോലെയാണ് ആത്മാവിൽ ഇവിടെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യുന്ന പരിപാടിയാണിത്. ഞങ്ങളെ മാസാമാസം വിളിച്ച് അവിടെ കൊണ്ടുവന്ന് മാഷന്മാര് കത്തി കയറ്റിയില്ലയോ, ഇല്ലയോ? അറിയാവുന്നവർ കുഴപ്പമില്ല, അല്ലാത്തവര് ഈ പറഞ്ഞ പോലെ വേലക്കാർ മീറ്റിംഗ് കഴിയുമ്പം പന്നിക്കിട്ട് കാട്ടുപന്നിക്ക് വെടികൊണ്ട പോലാണ് ഇറങ്ങിപ്പോകുന്നത്. മാസയോഗത്തിന് വരണ്ടായിരുന്നു, ഇല്ലയോ? എടാ നീ ഉടയട്ടെ, നിന്റെ പ്രാകൃത മനുഷ്യൻ ഇല്ലാതാകട്ടെ, അപ്പോഴാണ് പുതുമനുഷ്യൻ ഉണ്ടാകുന്നത്, ക്രിസ്തു വെളിപ്പെടുന്നത്. അപ്പൊ ഈ വായിച്ച 8:2 വായിക്കാം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കുക. ഞാനൊരിക്കല് ഈ സമുദായത്തിരിക്കുമ്പം ഒരു മദർ സുപ്പീരിയർ പുതുതായിട്ട് വന്നൊരു കന്യാസ്ത്രീ മഠത്തിൽ വന്ന് ഒരു തട്ട് പ്ലേറ്റുകൾ, നല്ല പ്ലേറ്റുകൾ ഇത് പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. സ്റ്റെപ്പേ കയറി മേളിൽ ചെന്നപ്പോൾ താഴോട്ടിടാൻ പറഞ്ഞു. അതിന്റെ കൈ വിറച്ചു. കാരണം നല്ല പ്ലേറ്റ് അല്ലേ, താഴോട്ടിടാൻ പറയാൻ ഇടുവോ? ഇത്രയും നല്ല പ്ലേറ്റ് താഴോട്ട് പൊട്ടിക്കുന്നത് ശരിയാണോ? രണ്ടാമതും പറഞ്ഞു നീ താഴെ ഇടുക. അപ്പോഴും അതിന് സംശയം. മൂന്നാമതും പറഞ്ഞു ഇട്ടില്ല, പൊക്കോളാൻ പറഞ്ഞു. പിന്നെ ഈ കന്യാസ്ത്രീ വേലയ്ക്ക് കൊള്ളത്തില്ല, വീട്ടിൽ പോക്കോ, പോയി കല്യാണം കഴിച്ച് ജീവിച്ചോളാം. എന്താ കാരണം? അനുസരണം. നമ്മുടെ ബുദ്ധിക്ക് മേളിലാണ് ദൈവത്തിന്റെ അനുസരണം എന്ന് പറയുന്നത്. അതിനാണ് യേശുവിനെ തലയോടിടം എന്ന് പറയുന്ന സ്ഥലത്ത് ക്രൂശിച്ചത്. തലയോട്ടി കൊണ്ടിടുന്ന സ്ഥലം, ആദ്യത്തെ തലയോട്ടിയായിരുന്നു ഗോലിയാത്തിന്റെ തലയോട്ടി കൊണ്ടിട്ട സ്ഥലത്ത് പിന്നെ എല്ലാ തലയോട്ടിയും അവിടെയാണ് യേശുവിനെ ക്രൂശിച്ചത്. അതിന് ഭാഷ ടി യു താമാച്ചാൻ പറയുന്ന ബ്രെയിൻലെസ് ലവ്, അതായത് തലയോട്ടിക്കകത്ത് എന്തില്ല, ബ്രെയിനില്ല. അപ്പൊ ബ്രെയിൻലെസ് ലവ്, അതായത് ബുദ്ധിയില്ലാതെ സ്നേഹിച്ചോണം. ബുദ്ധിയിൽ സ്നേഹിക്കാൻ പോയാൽ അത് പൂർണ്ണമാകത്തില്ല. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവേഷ്ടം. അപ്പോൾ അതാണ് അനുസരണം. പാസ്റ്റർ പോളിന്റെ കാര്യത്തിൽ പാസ്റ്റർ പോളിനുള്ള സഹോദരിമാരും വിസിറ്റിംഗ് പോയ സമയത്ത് ഒരു സഹോദരി ഒരു വീട്ടിൽ നിന്ന് റോസാപ്പൂ പറിച്ചു, ഇതൊന്നും മണത്തു. ഫെയ്ത്തോ ചെന്ന് പാസ്റ്റർ പോളോ നീ വീട്ടിൽ പോകോളാൻ പോ, വീട്ടിൽ പോക്കോ, നിന്നാലും കുറെ കഴിയും പോകേണ്ടി വരും, അതുകൊണ്ട് പോക്കോളാം, പോയി കല്യാണം കഴിച്ച് ജീവിച്ചോളാം. അപ്പൊ അത്ര കണ്ട് സൂക്ഷ്മമായിട്ട് അവർക്കറിയാം. ആ മദർ സുപ്പീരിയറിനും പാസ്റ്റർ പോളിനും അറിയും, നിന്നാലും കുറെ കഴിയുമ്പം പോകും. അപ്പൊ നമ്മുടെ സ്വയവും നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാം ക്രൂശിക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാനൊക്കെ ഇത്രയും വർഷമായിട്ട് ശരിപ്പെടാത്തതിന്റെ കാരണം ഇനിയും ശാരം കൂടെ ക്രൂശിക്കപ്പെടാനുണ്ട്. അല്ലെ പണ്ടേ സായുജ്യം പ്രാപിച്ചേനെ. കാരണം നമ്മളീ പ്രസംഗിക്കുന്നെങ്കിലും ഇനി അടുത്ത സ്റ്റേജിൽ ദൈവത്തിനെ അറിയത്തുള്ളൂ. അപ്പൊ അതും ക്രൂശിക്കപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെ ആയി വരികയാണ്. അതാണ് ഈ മാർഗം എന്ന് പറയുന്നത്. നിന്റെ ഹൃദയത്തിലുള്ളത് നീ അറിയേണ്ടതിന്. വായിച്ചേ. നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധം. യേശു തോമാച്ചായൻ ഒരു പ്രസംഗിച്ചിങ്ങനെ കത്തി കയറുന്ന സമയത്ത്
പാസ്റ്റർ ആൽവിൻ സിറ്റ് ഡൗൺ, ഇരിക്കാൻ പറഞ്ഞ ഉടനെ ഇരുന്നെന്നാ പറഞ്ഞു. എന്നാൽ ഞാനിതോടെ പ്രസംഗം അവസാനിപ്പിക്കുന്ന പോലും പറയാതെ, അതിനു മുമ്പ് പാസ്റ്റർ ആൽവിൻ ഒരിക്കൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ പാസ്റ്റർ പോൾ, ആൽവിൻ സിറ്റ് ഡൗൺ, പ്ലീസ് സിറ്റ് ഡൗൺ എന്നല്ല, സിറ്റ് ഡൗൺ. ആൽവിൻ ആരായിരുന്നു? ആൽവിൻ ഇരുന്നു. നോക്കുക, തിരുവല്ലായി വെച്ച് ഒരു പാസ്റ്ററോട് പ്രസംഗിച്ചുകൊണ്ട സമയത്ത് പുള്ളി BJPയുടെ അതിൻ്റെ വിഷയം എടുത്തിട്ടു. പാസ്റ്റർ എമ്മപ്പോൾ പറഞ്ഞു, ഇല്ല നീ ഇത് പ്രസംഗിക്കാനാണ് ഇവിടെ കൊണ്ടുവന്ന് ചോദിച്ചു. ജനത്തിൻ്റെ മുമ്പിലാണ് പുള്ളി അവിടെ ഇരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ചെറിയാച്ച അച്ചായനത് പറയുമ്പോൾ എൻ്റെ കാലിൻ്റെ അകത്തോടൊരു പെരുപ്പ്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് തോന്നില്ല. ആ മൈക്രോഫോൺ എടുത്തൊരു ഇടിയിടിച്ചാൽ കൊള്ളാൻ തോന്നി. കാരണം അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒത്തില്ല. പാസ്റ്റർ ആൽവിൻ പാസ്റ്റർ AC തോമാച്ചാൻ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവരിരുന്നു. ഈ ദൈവദാസൻ പറഞ്ഞ്, എനിക്ക് എൻ്റെ കാലെ കൊണ്ടൊരു പെരുപ്പ് കയറി, പബ്ലിക്കിൽ വെച്ച് എന്നെ അപമാനിച്ചല്ലോ എന്നൊരു ചിന്ത കയറിപ്പോയി. പുള്ളി കരഞ്ഞുകൊണ്ട് മുറിയിൽ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ പോയി ക്ഷമ ചോദിക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ ഈ പിശാച് നിന്നെ തകർത്തുകളയെന്നു. പെട്ടെന്ന് പുള്ളി പേടിച്ചു പോയി. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പാസ്റ്റർ എമ്മപ്പോളിൻ്റെ അടുത്ത് പോയി, അച്ചായ ക്ഷമിക്കണം. എന്തിനാണ്? നീ ഞാൻ പറഞ്ഞപ്പോൾ ഇരുന്നല്ലോ. അല്ല, ഇരുന്ന് കഴിഞ്ഞിട്ടാണ് പ്രശ്നം. അതെന്താ? എനിക്ക് അപ്പച്ചനോട് വളരെ നീരസം തോന്നി, മൈക്ക് സ്റ്റാൻഡ് പിടിച്ച് ഇടിക്കണമെന്ന് തോന്നിയിരുന്നു. ശരി, പ്രാർത്ഥിക്കാമെന്ന്. അത് പുള്ളിയോട് വിളിച്ചു പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ആ വിളിച്ചു പറയുന്ന ദിവസം രാവിലെ എനിക്ക് സ്വപ്നം കണ്ടു. തിരുവല്ല സെൻട്രൽ ഫെയ്ത്ത് ഹോമിൽ ഇദ്ദേഹം നിന്നുകൊണ്ട്, തിരുവല്ല സെൻട്രൽ ഫെയ്ത്ത് ഹോമിൻ്റെ മുമ്പിൽ ഇവിടെ ഒരു ആറ് ഒഴുകുകയാണ്. അപ്പോൾ ആ ആറിൻ്റെ അവിടെ ഇദ്ദേഹം സ്റ്റേഷൻ മാസ്റ്ററായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ ബോട്ടയിലും ലോക്കലിൻ്റെ പേരാണ് വെച്ചിരിക്കുന്നത്. റാന്നി, അല്ലെങ്കിൽ പള്ളിപ്പാട്, പരണിക്കാവ്, കാരയ്ക്കൽ, ഇങ്ങനെ ഓരോ ബോട്ടിലും ഓരോ. അപ്പോൾ ഇതേ ഇവിടെ നിന്നുകൊണ്ട് ഈ ബോട്ട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സഹോദരാ, നിങ്ങൾക്ക് പരീക്ഷ ജയിച്ചു. ഇനിയിപ്പോൾ നിങ്ങളെ അതേ പാസ്റ്റർ തന്നെ തൻ്റെ അസിസ്റ്റൻ്റായിട്ട് സെൻറ്റർ നിയമിക്കാൻ അത് ഉണ്ടാകുന്ന കാര്യമേ അല്ലെന്ന്. എന്നെ പോലെ ഒരുത്തനൊന്നും അതൊന്നും പറ്റത്തില്ല. ഞാൻ ഇല്ല, ദൈവം സെലക്ട് ചെയ്തു. നിങ്ങളുടെ ആ പരീക്ഷകൾ ജയിച്ചു. ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നു. രണ്ടാമത് നിങ്ങളുടെ അകത്തുണ്ടായ വൈശാചിക ശക്തിയെ പരിശുദ്ധാത്മാ പറഞ്ഞപ്പോൾ അതും പോയി അനുസരിച്ചു. അടുത്ത ആഴ്ച ബെന്നിച്ചായൻ അവിടുന്ന് മാറി അടുത്ത് ഇദ്ദേഹത്തെ പിടിച്ച് സെൻട്രലിലെ അസിസ്റ്റന്റ് ആക്കി. തിരുവല്ല സെൻട്രൽ, അന്ന് തിരുവല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതാപത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹമാണ് കട്ടപ്പന വന്ന് ഹോള് പണിത വില്ലീസ് ഊട്ടി. ഞാൻ വില്ലീസ് ഊട്ടി എന്നാണ് അവിടെ പഠിക്കുന്നത്. വിൽസം പാസ്റ്റർ, DK അലക്സ്. അപ്പൊ ഇതൊക്കെയാണ് ദൈവത്തിന്റെ മാർഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ അത് പരിശീലിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ കൊണ്ടുവന്നില്ല. ഇവിടെ മേധാവിത്വം കാണിക്കാനും മേലാളത്വം കാണിക്കാനും ഇങ്ങനെ പോകുന്നവരല്ല ഇതിനകത്ത് വിജയിക്കത്തില്ല. അപ്പൊ നിന്റെ ഹൃദയത്തിലുള്ളത് വായിക്കാം. നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ 40 സംവത്സരം 40 വർഷമാണ് ഇസ്രായേലിനെ അനുസരണം പഠിപ്പിക്കാൻ അവന്റെ ഹൃദയത്തിലുള്ള തെറ്റുകളെ ബോധ്യപ്പെടുത്തി അവനെ യഥാസ്ഥാനപ്പെടുത്താൻ നടത്തി. എന്നിട്ട് പോലും ആ തലമുറയിൽ അനേകര് മത്സരിച്ചും അഹങ്കരിച്ചും അനുസരണക്കേട് കാണിച്ചും മരുഭൂമിയിൽ വീണു. ആ തലമുറയിൽ കാലേബും യോശുവായി, പിന്നെ അടുത്ത തലമുറ. അപ്പൊ നോക്കിയേ, അപ്പൊ ഇതാണ് ഈ മാർഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഈ പറയുന്ന നമ്മളെ കടയുകയാണ്. ഈ മാർഗത്തിൽ കൊണ്ടുവന്നിട്ട് പരിശുദ്ധാത്മാവും വചനവും നടത്തിപ്പ് നമ്മളെ കടഞ്ഞ് വരുമ്പോൾ ആദ്യം ഈ സർപ്പം വിഷമാണ് കത്തിയത്. ഈ പാലാഴി മദനത്തില് ഈ ബൈബിളുമായിട്ട് വലിയ ആധാരമായ ഒരു എക്സാമ്പിളാണ്. അപ്പൊ ഈ സർപ്പം വിഷം തുപ്പി, ഭയങ്കര വിഷമാണ്, മാരകമായ വിഷമാണ്. ഇത് ആ മുഴുവൻ മനുഷ്യനെ കൊല്ലും. കാരണം ഇത് കടലിൽ കലർന്നു പോയാൽ കടലിലെ മത്സ്യങ്ങളും തീരും, ഇത് ഭക്ഷിക്കുന്നവർ നശിക്കും, ഈ മഥനം നടത്തിക്കൊണ്ടിരിക്കുന്നവരും ചാകും. അപ്പോൾ ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരണ്ടേ? അപ്പോൾ കഥയിൽ ഇങ്ങനെ പറയുന്നത്, നീലകണ്ഠൻ എന്ന് പറയുന്ന ആള് ഈ വിഷം താനങ്ങ് കഴിച്ചു. കാരണം താനൊരാൾ മരിച്ചാൽ മതിയല്ലോ, താനൊരാൾ മരിച്ചാൽ മതി. അതുകൊണ്ട് ബാക്കി എല്ലാവരുടെയും മരണം താൻ ഏറ്റെടുത്തതാണ്. അപ്പോഴത്തേക്ക് തന്റെ സ്നേഹിതനായ
മറ്റൊരു ദേവൻ, ഇദ്ദേഹം മരിച്ചു പോകുമെന്ന് പറഞ്ഞു തന്റെ കഴുത്ത് കയറി ഒരു പിടുത്തം പിടിച്ച്, അങ്ങനെ പിടിച്ചവിടെ നിർത്തി. അതാണ് നീലകണ്ഠൻ എന്ന് പറയുന്ന പ്രതിഭാസം. ഈ സമാസം എന്നൊക്കെ മലയാളത്തിൽ പഠിക്കത്തില്ല. 4 സമാസങ്ങളൊന്നാണ് ബഹുബ്രീഹി സമാസം എന്ന് പറയുന്നത്. നീലകണ്ഠത്തോടു കൂടിയവൻ ആരോ അവൻ, അതാണ് ബഹുബ്രീഹി സമാസം. ഇതാരെ വെളിപ്പെടുത്തുന്നതാണ്? സകല മനുഷ്യവർഗത്തിന്റെയും പാപപരിഹാരത്തിനു വേണ്ടി പാപമായി തീർന്നവൻ ആരാ? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമായി തീർന്ന കർത്താവായ യേശുക്രിസ്തു സകല മനുഷ്യരുടെയും പാപം അവന്റെ മേൽ ചുമത്തി. ഇതിന്റെയൊക്കെ മറുഭാഷയാണ് മറ്റു വേദങ്ങളിലുമൊക്കെ സാരാംശമായിട്ട് നമ്മൾ കാണുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തെപ്പറ്റി പല ഉപനിഷത്തുകളും വേദങ്ങളിലും നേരത്തെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിന്റെ മറ്റൊരു പകർപ്പ് പഴയ നിയമത്തിൽ കാണുന്ന പോലെ ഇങ്ങനെയൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കി നമ്മൾ പോയില്ലെങ്കിൽ ഒരു ബെന്തിക്കോസിന്റെ മെമ്പർഷിപ്പ് കിട്ടിയുണ്ടോ കുമളി സഭയുടെ അംഗമായതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ ശരിയായ അറിവിൽ നമ്മളെ തന്നെ തകർത്ത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. വീണ്ടും വായിച്ച പോലെ സപ്പോസനം പറയുന്നു 2:20, ഞാനോ ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. അപ്പൊ ആ ഒരു സ്റ്റേജിൽ പൗലോസ് അപ്പോസ്തലൻ എത്തി. ഞാനും നിങ്ങളൊക്കെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാനെന്നുള്ളത് കയറി വരും അല്ലേ? ഞാനൊന്നും അങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് അനുസരിച്ച് അത് ചെയ്തു ഇത് ചെയ്തു, എനിക്കും കയറി വരുന്നുണ്ട് ചിലപ്പോൾ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിതുവരെ ഇനിയും ക്രൂശിക്കാൻ കുറച്ചുകൂടെ ഉണ്ടെന്നാണ്. പണ്ടൊരു സ്നാനപ്പെടാൻ ചെന്നപ്പം അവൻ യേശുവിനെ സ്വീകരിച്ച് മാനസാന്തരപ്പെട്ടെല്ലാം ചെയ്തു. അപ്പോൾ പറഞ്ഞു, നീ ക്രൂശിക്കപ്പെടണം, അതാണ് സ്നാനം. അപ്പോൾ ആ ക്രൂശീകരണത്തിന് വേണ്ടി നിന്റെ അവയവങ്ങളെല്ലാം ക്രൂശിക്കപ്പെടണം, അവിടുന്നാണ് സ്നാനത്തിൽ തുടങ്ങുന്നത്. അപ്പോൾ ഉപദേശിച്ച് അവനെ സ്നാനപ്പെടുത്താൻ വെള്ളത്തിൽ കൊണ്ടുപോയപ്പോൾ പിന്നെ വലത്തെ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടിരുന്നു. കൈതാക്കാൻ സമ്മതിക്കുന്നില്ല. അത് എന്താ നീ കൈതാക്കാത്ത? അത് ഈ കൈ കൂടെ ക്രൂശിച്ചാലേ ഒരു കാര്യം നടക്കത്തില്ല. കാരണം എന്നെ അടിച്ചൊരുത്തനുണ്ട്, ബാക്കി എല്ലാവരും ഞാൻ ക്ഷമിച്ചു, പക്ഷെ ഇവനോട് ക്ഷമിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഈ കൈ ക്രൂശിച്ചാൽ പിന്നെ അടിക്കാൻ ഒക്കത്തില്ല. അപ്പൊ ആ വെളിപ്പാടവനുണ്ട്. അതുകൊണ്ട് കൈ പിന്നെ സ്നാനപ്പെടുത്തിയാൽ മതി, അവരോട്ടൊരു അടി കൊടുത്തിട്ട് ഞാൻ വന്നിട്ട് കൈ മുക്കിയാൽ മതി എന്ന് പറഞ്ഞു. എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ടാട്ടെ മൊത്തം മുക്കാന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച് കയറ്റി അങ്ങ് വിട്ടു. അപ്പൊ അവന് ആ വെളിപ്പാടുണ്ട്. അതാ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കൈ പൊങ്ങത്തില്ലെന്നുള്ളൊരു വെളിപ്പാട് അപ്പോഴേ അവന് കിട്ടി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില പൊങ്ങി വരുന്നില്ലയോ? മറ്റുള്ളവർ ഉപദ്രവിക്കാനും ക്ഷമിക്കാത്തനും അതെല്ലാം ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിലേ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. വായിക്കാം. ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്ന് പറഞ്ഞാൽ അല്ല, ആ ഒരു സ്റ്റേജിലെത്തി. അങ്ങനെയെങ്കിൽ പിന്നെ പൗലോസ് ശരീരത്തിലുണ്ട്, അതെങ്ങനെ ജീവിക്കുന്നു? വായിക്കാം. ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പൊ അത്ര ആയി. ഏതാ വന്ന് 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 ചില അഴുക്ക് പാത്രം ചില സമയത്ത് വലിയ ഇതെല്ലാം കലക്കി കഴിയുന്നായ ചെരുവ് കൊണ്ട് ഇത് പൈപ്പിൽ ചവിട്ടി കൊണ്ട് വെക്കുമല്ലോ, തുറന്നിട്ട് പോകും. ചിലപ്പോൾ മറന്നു പോകും. ചില മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ചരുവത്തിലെ വെള്ളം നല്ല വെള്ളം തൂവെള്ളയായിത്തീരും. കാരണം ഈ ഒഴുക്ക് വെള്ളം വന്ന് ഇതിനെ വെളി കളഞ്ഞ് അവസാനം ഈ അഴുക്ക് ചരുവത്തിലെ അഴുക്ക് വെള്ളം മാറി പുതിയ വെള്ളം ആയതുപോലെ ക്രിസ്തു എന്ന ഉറവയിന്മേൽ ആ വചനം നമ്മളിൽ വ്യാപരിച്ച് നമ്മുടെ പഴയ സ്വഭാവങ്ങളെ നീങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ പൗലോസ് പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ ക്രിസ്തു ജീവിക്കുകയാണെങ്കിൽ ഇനി ആരുടെ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്? പൗലോസിന്റെ വിശ്വാസത്തിലല്ല, യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താണ്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രന്റെ വിശ്വാസം. ദൈവപുത്രങ്ങളല്ല, ദൈവപുത്രന്റെ വിശ്വാസം. ഇംഗ്ലീഷിലും മറ്റു ഭാഷയിലൊക്കെ എങ്ങനെയാണ്. അപ്പൊ ഞാൻ മരിച്ചല്ലോ. അപ്പൊ പിന്നെ ദൈവപുത്രന്റെ വിശ്വാസം. ആ ദൈവപുത്രന്റെ വിശ്വാസത്തെയാണ് കടുകുമണിയോളം വിശ്വാസമുണ്ടെന്ന് പറയുന്നത്. കടുകുമണി ക്രിസ്തു. അപ്പൊ ക്രിസ്തുവിന്റെ വിശ്വാസം നമ്മളിൽ വരുമ്പോഴാണ് നമ്മൾ കൽപ്പിച്ചാൽ അത് നടന്നിരിക്കും. നമ്മൾ പകുതി വിശ്വാസം കൽപ്പിച്ചാൽ, പണ്ട് വല്യമ്മ പറഞ്ഞ പോലെ, എന്താ വല്യമ്മ കുറച്ചാളായിട്ട് നോക്കുമ്പോൾ വലിയ മല വീടിന്റെ മുന്നിലുണ്ട്. അപ്പോൾ ഒരിക്കൽ ബൈബിൾ വായിച്ചപ്പോൾ നീ വിശ്വാസത്താൽ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറിപ്പോകും.
അപ്പോൾ വല്യമ്മ പിള്ളേരോട് പറഞ്ഞു, ഞാൻ ഈ വാക്യം വായിച്ചു, ഇനിയും മലയോട് കൽപ്പിക്കാൻ പോകാൻ പറഞ്ഞു. അങ്ങനെ വല്യമ്മ പോയി മലയോട് കൽപ്പിച്ചു, മലയെ നീ മാറിപ്പോകാൻ പറഞ്ഞു. മല മാറിയില്ല. അപ്പോൾ പിള്ളേരോടെ ചിരിച്ചു. അപ്പോൾ തള്ള പറയാ, ഞാൻ അപ്പോഴേ വിചാരിച്ചതാണ് ഇത് മാറാനൊന്നും പോകുന്നില്ല എന്നാണ്. അപ്പോൾ അതാണ് വിശ്വാസം. അപ്പോൾ കടുകുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിശ്വാസം. അപ്പോൾ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വിശ്വാസം നമ്മിൽ വരുമ്പോൾ നമ്മൾ കൽപ്പിച്ചാൽ നടക്കും. ചില രോഗശാന്തി, അത്ഭുത രോഗശാന്തിക്ക് നടക്കുന്ന മനുഷ്യരില്ലേ, അവരാ സമയത്ത് കറക്റ്റാണ്. ദൈവത്തിന്റെ വിശ്വാസത്തിൽ നിറഞ്ഞിരിക്കുന്ന സമയത്ത് കൽപ്പിച്ചാൽ നടക്കും. പക്ഷെ അതേ മനുഷ്യൻ തന്നെ അടുത്ത സമയത്ത് സാധാരണക്കാരനായി. ഏലിയാവ് തീ ഇറക്കിയില്ലേ, പക്ഷെ അടുത്ത സമയത്തിൽ അവൻ നിരാശനായി. ഇസബേലിന്റെ വാക്ക് കേട്ടപ്പോൾ ഓടി ഒളിച്ചില്ലേ. അപ്പം മനുഷ്യന് ഈ ശരീരത്തിലിരിക്കുമ്പോൾ ആ വിശ്വാസത്തിന്റെ ഡെവലപ്മെന്റ്സ്, വിശ്വാസത്തിന്റെ വേരിയേഷൻ, അതാണ് പ്രാധാന്യം. അല്ലാതെ ആളല്ല. അത് മാഷായാലും നിങ്ങളായാലും നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് പോലാണ് നമ്മളെ ശ്രേഷ്ഠനാക്കുന്നത്. വിശ്വാസത്തിൽ അതാണ് ദൈവത്തിന്റെ വിശ്വാസം. അതിന് മുമ്പുള്ള സ്റ്റേജിൽ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് തന്റെ ബാല്യകാലത്തിൽ, ആരംഭകാലത്ത് താൻ പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് അറിയുന്നു. ഇപ്പോൾ താൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ വിശ്വാസത്തിൽ. അതാണ് തന്റെ അവസാനം. നല്ല പോരാട്ടം പോരാടി, ഇനി നീതിയുടെ കിരീടം. അത്രയും അഷുറൻസായിട്ട് ഉറപ്പായിട്ട് താൻ പറഞ്ഞ് അവസാനിച്ചു. അപ്പൊ ഈ കടുകുമണിയാണ് ദൈവരാജ്യം, ക്രിസ്തു എന്ന ദൈവരാജ്യം. അത് രണ്ടു കൂട്ടരുണ്ടെന്നാണ്. ആരൊക്കെയാണ്? ഒന്ന്, അതിൻ്റെ അടിയിൽ മൃഗങ്ങൾ ഷെൽട്ടറിങ്, അതിൻ്റെ നിഴല് തേടി പോകുന്നുണ്ട്. മൃഗങ്ങൾ നിഴല് തേടി പോകുന്നു, പറവകൾ അതിൽ കൂട് വെച്ച് അവകാശമാക്കുകയാണ്. വായിച്ച വാക്യം 13. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു. നോക്കണം, അത് വൃക്ഷമായി തീരുന്നു. അതിന്റെ കൊമ്പുകളിൽ ആര് വസിക്കുന്നു? പക്ഷികൾ വസിക്കുന്നു. പക്ഷേ അതിന്റെ നിഴലിൽ ആര് വരും? മൃഗങ്ങളെല്ലാം കണ്ടിട്ടില്ലേ, മേഞ്ഞ് വെയിൽ കൊണ്ട് മേഞ്ഞെല്ലാം കഴിയുമ്പോൾ അതിന് അയവിറക്കാൻ വേണ്ടി, റെസ്റ്റ് എടുക്കാൻ വേണ്ടി മരത്തണലിൽ പോയി കിടക്കും. അപ്പൊ രണ്ട് കൂട്ടരുണ്ട്. ഒന്ന്, ദൈവത്തെ ശരണമാക്കുന്നവരിൽ രണ്ട് ഗ്രൂപ്പാണ്. ഒന്ന് താൽക്കാലിക ആശ്രയം, കാര്യസാധ്യത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നവർ. പ്രാർത്ഥനാ വിഷയം നടക്കണം, വലിയ പ്രശ്നമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, അതിന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നവരുണ്ട്. പള്ളി വരുന്നവരും പ്രാർത്ഥന വരുന്നവരും വീട്ടുകാരും നോക്കണം, കല്യാണം നടക്കണം, രോഗസൗഖ്യമാണ്, പ്രശ്നമില്ലാതെ എല്ലാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നവരുണ്ട്. പക്ഷെ ഇവിടെ അതല്ല. അതാണ് യിരെമ്യാ 17:7 വായിക്കുമ്പോൾ 7:17 യഹോവയിൽ ആശ്രയിക്കുകയും, അതൊരു ഗ്രൂപ്പ്. അത് ടെമ്പററി, താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടി. ചില മനുഷ്യരാണെങ്കിൽ എന്തെങ്കിലും പോരാട്ടം വരുമ്പോൾ കൃത്യമായിട്ട് പള്ളി വന്നുകൊണ്ടിരിക്കും, അല്ലേ? ഉപവാസ പ്രാർത്ഥനയ്ക്കും വരും. അവിടെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കാണത്തില്ല. ഇന്നലെ ഞാനൊരു സഹോദരിയോട് ചോദിച്ചു, നിങ്ങൾ പ്രശ്നത്തിലിരുന്ന സമയത്ത് വലിയ ആത്മീയവും തീക്ഷണതയും പ്രാർത്ഥനയൊന്നും വിടാം, ഇപ്പം നിങ്ങളുടെ പ്രശ്നമൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരാൻ ബുദ്ധിമുട്ട്. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം ഇന്നലെ എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയെന്ന് പറഞ്ഞു. ഏതാ 9:30 പ്രാർത്ഥന, 12 മണി വരെ നടക്കുന്ന പ്രാർത്ഥനയിൽ രാവിലെ 6 മണിക്ക് എഴുന്നേക്കേണ്ട ആൾ പോട്ട് 7 മണിക്ക് എഴുന്നേറ്റോട്ട്, 8 മണിക്ക് എഴുന്നേറ്റോട്ട്, താമസിച്ചു പോകോട്ട്, 9 മണിക്ക് എഴുന്നോട്ട്. ഇനി 10 മണിക്കാൽ എഴുന്നേറ്റ ഉടനെ പ്രാർത്ഥനയുടെ ഒരു ആത്മാവുണ്ടെങ്കിൽ ഓടിപ്പോത്തില്ലേ? അപ്പൊ ഇനി അടുത്ത പരീക്ഷ വരാൻ പോവുക, അപ്പോഴേ ഇനി അവർക്ക് ആത്മീയം ഉണർത്തത്തുള്ളൂ. മനസ്സിലാകും. ചില വിശ്വാസത്തിലൊക്കെ അങ്ങനെ അവർക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴേ പ്രാർത്ഥനക്കാരെയും പ്രാർത്ഥനയ്ക്ക് അന്വേഷിക്കത്തുള്ളൂ. വേറെ പാർട്ടിയോട് ചോദിച്ചാൽ പറഞ്ഞു, അതേ ഒരുങ്ങിയതാ, പക്ഷെ സമയം പോയത്. അതായത് പ്രാർത്ഥന 9 മണിക്ക് തുടങ്ങും, അല്ല 9 മണിക്ക് തുടങ്ങും. ഞാൻ ഒരുങ്ങിയപ്പോൾ 9:45. അനി അതുകൊണ്ട് ഇനിയിപ്പോൾ താമസിച്ചുകൊണ്ട് പോകണ്ട. അപ്പൊ എന്തോ ഒരു ആത്മീയമാണെന്ന് നോക്കി. 15 മിനിറ്റ് താമസിച്ച് എങ്ങനെയെങ്കിലും ഓടി ചെല്ലാത്തില്ലുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ സൗകര്യം, ചുറ്റുപാടും സാഹചര്യം കൂടുമ്പോൾ പല പുള്ളികളുടെ ആത്മീയം അങ്ങ് പോകും. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ പ്രകസനമാണ്. കാര്യം പ്രാർത്ഥിച്ചോണ് ഇത് ഞങ്ങൾ കുർബാന തൊഴിലാളികളാണ്, നിങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമാണ്. നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനല്ലേ മാർഗം. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. ചില വേലക്കാരികൾ തച്ചിനിരിക്കും വിശ്വാസികളുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി, കമ്മീഷൻ കിട്ടൂല്ലോ. അതാണ്, അതുകൊണ്ട് അടിച്ചുപൊളി ജീവിക്കുക. ഇത് ആ മാർഗമല്ലിത്. അവിടെ സൂക്ഷിച്ചോണം. അടുത്ത പരീക്ഷയിൽ പോയി അകപ്പെടുന്നതിന് മുമ്പ് ദൈവത്തോട് നിരപ്രാപിച്ച് ഇതെല്ലാം ക്ഷമ ചോദിച്ച് യഥാസ്ഥാനപ്പെട്ടോണം. ഇന്നലെ ഞാൻ സംസാരിച്ച ആരോടൊക്കെയാണെന്ന് അവർക്കറിയാം, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. ദൈവത്തോട് ക്ഷമ ചോദിച്ചോണം. അഹങ്കാരം പറഞ്ഞ് വീണ്ടും അടുത്ത പരീക്ഷയ്ക്ക് ഇടയാകരുത്.
ഈയിടെ 2 തല്ലും കൊണ്ടതാ, എന്നിട്ടും മര്യാദയായില്ല. അതാ ഇനി അടുത്ത പൊട്ടിയിൽ കിട്ടുമ്പോഴാണ് ഇനി അടുത്ത ഉണർവ് വരുന്നത്. പക്ഷേ ചിലർക്ക് അങ്ങനെയാണ്. ഈ കുതിരയ്ക്ക് ചമ്മട്ടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേ അവന് ഓട്ടം വരത്തുള്ളൂ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കാളക്കാരൻ കാളയും കൊണ്ട് പോകുന്ന സമയത്ത് ഇവനെ അടിച്ചടിച്ച് അവന് ചിലർ അടി കൊണ്ട് തഴമ്പ് വെച്ചുകൊണ്ട് ഈ അടിയാക്കത്തില്ല. അപ്പം ഞാൻ നമ്മുടെ ഒരു സ്വന്തക്കാരുടെ വീട്ടിൽ കുറിച്ച് നിൽക്കുന്ന സമയത്ത്, ചിങ്ങമാനം കുറിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ഹൈവേ കൂടെ നിൽക്കും വണ്ടിയെ കാണാനായിട്ട്. ഞങ്ങൾ കുട്ടനാട്ടുകാരല്ലേ. അപ്പോൾ വണ്ടിയെ കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ കാള ഇങ്ങനെ പോകുന്ന സമയത്ത് ചില കാളയുടെ ഈ സീറ്റിങ്ങിലെ അതിൻ്റെ ചന്തിക്ക് ഇങ്ങനെ നല്ല ഡിസൈൻ പോലെ 3-6 വര കാണും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനെയുള്ള ഡിസൈനുള്ള കാളയാണെന്ന് ഞാൻ വിചാരിച്ചു. നല്ല ചുമല കളറ്. പിന്നെ ഞാൻ ചെയ്ത് പെയിന്റ് അടിച്ചാണോ, കാളക്കാരോട് ചെയ്ത് പെയിന്റ് അടിച്ചത്. അല്ല മോനെ, എവനിട്ട് അതുപോലെ കൊടുത്തെങ്കിലേ അവന് വേദന വരത്തുള്ളൂ. അതിനെന്ത് ചെയ്യുന്നറിയാമോ, ഈ കാളയ്ക്ക് വേദന ഉണ്ടാകാൻ വേണ്ടി തഴമ്പ് പിടിച്ച ഭാഗത്തെ കത്തികൊണ്ട് വീണ്ടും ആ തഴമ്പ് കളയും. അവിടെയാണ് ചോര ഇങ്ങനെ പൊടിഞ്ഞിരിക്കും. അവിടെ അടിക്കുമ്പോഴേവന് ഉണർച്ച വരത്തുള്ളൂ, സെൻസേഷൻ വരത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ചില പുള്ളികളെ ഈ പറഞ്ഞ പോലെ ഈ വരഞ്ഞ് തൊലിയും കളഞ്ഞ് തഴമ്പും കളഞ്ഞ് അവിടെ ഇട്ടടിച്ചെങ്കിലേ ചിലപ്പോൾ ഉണർത്തി വരത്തുള്ളൂ. അതിനൊന്നും ഇടയാക്കരുത് കേട്ടോ. ഈ പറഞ്ഞ ഇന്നലെ ചിലർ സംസാരം കഴിഞ്ഞ് ഞാൻ അതിശയിച്ചു. ഇതൊക്കെ ഏത് ലോകത്താണ് ഇതൊക്കെ ജീവിക്കുന്നത്? ഏത് ലോകത്ത് ഇതൊക്കെ ജീവിക്കുന്നത് ഞാൻ ചിന്തിച്ചു പോയി. അപ്പൊ ഇതാണ്, ഈ അടി കിട്ടിയെങ്കിൽ ചിലതിന് ഉണർവ് വരുത്തുള്ളൂ. അല്ല നേരെ ദൈവത്തെ പിൻപറ്റുന്നവർ വളരെ കുറവാണ്. അപ്പൊ ഇവിടെ അതല്ല, ദൈവത്തിൽ ആശ്രയിക്കുക, യഹോവയിൽ ആശ്രയിക്കുകയും. വായിക്കാം. കർത്തൃമേൽ നമ്പിക്ക വെച്ച് കർത്തർ തന്നെ നമ്പിക്കയായിരിക്കുന്നു. രണ്ട് വ്യത്യാസം മനസ്സിലാകുന്നുണ്ട്. മലയാളത്തിൽ വായിച്ച് യഹോവയിൽ ആശ്രയിക്കും. ഇതുപോലെ പ്രശ്നം വരുമ്പം പാഷേ പ്രാർത്ഥിക്കണേ, ഭയങ്കര പ്രാർത്ഥിക്കണേ പാഷ പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ പറയും പഴയതല്ല ഇവിടെ സറണ്ടർ ചെയ്യാൻ പാടില്ലയോ. അത് ചിന്തിച്ചോണം. അഹങ്കാരം കൂടരുത്, സാഹചര്യം കൂടി. നിനക്കെന്താ ഉറക്കം കൂടുതലും വരാൻ കാരണം എന്താ? പതിവില്ലാത്ത ഉറക്കം വരാൻ കാരണം എന്താ? ജഡം വളരുന്നു. ജഡം വളരുന്നതുകൊണ്ടാണ് ഈ ഉറക്കം കൂടുതൽ. അല്ലെങ്കിൽ ആവശ്യത്തിന് ഉറങ്ങിയാൽ പോരെ. പ്രാർത്ഥനാ ദിവസത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് വരേണ്ട സമയത്ത് കിടന്നുറങ്ങുക എന്ന് പറയുന്നത് അത് പൈശാചികമാണ്. അത് മനസ്സിലാക്കിക്കോണം. ദൈവത്തിന് സ്തോത്രം. വായിക്കുക. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ 2 ഗ്രൂപ്പുണ്ട്. ഒന്ന് ആകാശത്തിലെ പറവുകൾ വന്ന് അത് വാസസ്ഥലമാക്കി തീർക്കുകയാണ്. ഏതിനെ? ഈ കടുമണി എന്ന ദൈവരാജ്യത്തിൽ ക്രിസ്തു എന്ന ആ വൃക്ഷത്തിൽ അതിന്റെ വാസസ്ഥലമാക്കി വെച്ചു. അപ്പൊ പറവോട് ചോദിക്കുക, നിന്റെ വീട് അത് ആ വൃക്ഷമാണ്. ഞാൻ എൻ്റെ പിതാവിലും, യോഹന്നാന്റെ സുവിശേഷം 14:20 വായിച്ചു. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് അന്നറിയും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്ന് അറിയും എന്നാ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതോടെ അറ്റ് ദാറ്റ് ഡേ, പെന്തക്കോസ്ത് നാളിൽ ദൈവം മനുഷ്യന്റെ ഉള്ളത്തിൽ വന്നു വാസം ചെയ്യുന്നു. പിന്നീട് ആ പരിശുദ്ധാത്മാവിലാണ്, അതാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു അനുഭവമാണ്. അപ്പൊ ആത്മാവ് വരെ നടത്തിക്കോളൂ. പക്ഷെ ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ജഡമാണ്. പിന്നെ ജഡത്തിന് ചോദിക്കുന്നതെല്ലാം കൊടുക്കും. ചുമ്മാ വേണ്ടാത്തെല്ലാം തിന്ന് കുടിച്ച് കിടന്നുറങ്ങി പിന്നെ ഇല്ലാത്ത ബഹളം കാണിച്ച് അങ്ങനെ പോകുന്നവരുണ്ട്. അത് വലിയ അപകടം കേട്ടോ. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം മാനസാന്തരപ്പെട്ട് തിരിഞ്ഞോണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യഹോവയെ തന്നെ ആശ്രയിക്കുകയാണ്. മറ്റൊരു കാര്യസാധ്യം വരുമ്പം ചൂട് കൂടുമ്പോൾ മരത്തിൻ്റെ ചൂട്ടിൽ പോയി ഇരിക്കും. ചൂട് കുറയുമ്പോൾ പിന്നെ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകും. അപ്പൊ 2 ഗ്രൂപ്പ് ക്രിസ്ത്യാനികൾ. ഒന്ന് ദൈവത്തെ തന്നെ ശരണമാക്കി, ബാക്കി ഒരു കൂട്ടര് ദൈവത്തെ ശരണമാക്കാതെ തന്റെ ദ്രവ്യ സമൃദ്ധിയിൽ ശരണമാക്കുന്നവരുണ്ട്. 52-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നോക്കണം. ദൈവത്തെ ശരണമാക്കാതെ തന്റെ ദ്രവ്യ സമൃദ്ധിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമൃദ്ധിയിൽ ശരണമാക്കുന്ന മനുഷ്യൻ. വായിക്കാം. 7-ാം വാക്യം. ദൈവത്തെ തന്റെ ശരണമാക്കാതെ തന്റെ ദ്രവ്യ സമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും. കിടക്കുന്നു ശവപ്പെട്ടിയിൽ, ഒന്നും നേടാതെ പോയെന്നാണ്. ഇതിനൊക്കെ വചനം വായിച്ചെങ്കിൽ നമ്മളിതിന്റെ വ്യത്യാസം മനസ്സിലാകത്തുള്ളൂ. മനസ്സിലാകുന്നു?
വചനം ശരിയായി വായിച്ച് പഠിച്ച് അതിന് പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കണം. പിന്നെയും കുറവുകൾ വരും. ഈ ശരീരത്തിലാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരും. പിന്നെയും ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് അങ്ങനെ പോയി 40 വർഷத்துக்குള്ള ഇസ്രായേലിനെ കനാനിൽ എത്തിച്ച പോലെ നമ്മളെയും ദൈവം എത്തിച്ചോളും. അപ്പൊ യഹോവ തന്നെ ആശ്രയമായി. അവരാണ് പറവകൾ, ആകാശത്തിലെ പറവകൾ. വായിച്ച് ആകാശത്തിലെ പറവകൾ അതിന്റെ കൊമ്പുകളിൽ. ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ. അതാണ് ആത്മീയര്. അവരാത്മീയരായി തിരികെയാണ്. അവരുടെ ജഡികമായ സ്വഭാവങ്ങളെല്ലാം പോയി 100% ജഡികരായിരുന്ന മനുഷ്യർ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ, പരിശുദ്ധാത്മാവിന്റെ ബന്ധത്തിൽ, വചനത്തിന് ജീവിച്ച് വരുമ്പോൾ 199 98 97 ഇങ്ങനെ വന്ന് പൗലോസ് പറയുന്നത് ഇപ്പോൾ 0, ഇനി ക്രിസ്തുവാണ്. ഇതാണ് നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ നാമും കുറഞ്ഞ് ഞാനോ കുറയണം, അവനോ വളരണം. അങ്ങനെ വളർന്ന് വരുന്നതാണ് ഈ ക്രിസ്തു. അല്ല പെന്തിക്കോസിന് മെമ്പർഷിപ്പ് കിട്ടി ചത്താ കുഴിച്ചിടണം, അതിപ്പോ എവിടെ കുഴിച്ചിടുന്ന ഈ കാലത്ത് ആർക്കറിയാം. ചെല്ല ദയിപ്പിക്കാൻ കൊണ്ടുപോയില്ലേ, ചെല്ല അവർ തന്നെ ദയിപ്പിക്കും. മലേഷ്യയിൽ നമ്മുടെ ഒരു പാസ്റ്റർ മരിച്ചു കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾ കൊണ്ട് കിടക്കുള്ളാന്ന് പറഞ്ഞു. പിന്നെന്താണെന്ന് അറിയത്തില്ല. ഒരു ചൈനക്കാരൻ പാസ്റ്ററായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ അടക്കമൊന്നുമല്ല ഒരു കാര്യം. നമ്മുടെ ഒടുക്കം നന്നായിരിക്കണം. പൗലോസ് പറഞ്ഞ പോലെ ഞാനല്ല ക്രിസ്തു അത്രേ. അതിനുവേണ്ടി വേണം നമ്മൾ ഈ കാലത്തിൽ അധ്വാനിക്കേണ്ടത്. അല്ല കാശുണ്ടാക്കാനും സമൂഹത്തിൽ പേരുണ്ടാക്കാനും മറ്റവരൊക്കെ പോകുന്നവനല്ല അവസാനം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകും. അതുകൊണ്ട് ദ്രവ്യ സമൃദ്ധിയിലോ ലോകത്തിന്റെ സമൃദ്ധിയിലോ പോകാതെ ക്രിസ്തുവിൽ വളർന്നു. പൗലോസ് ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ ഞാൻ അറിയുന്നു. അവരെവിടം വരെ വായിച്ചേ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലാകുന്നത്. ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുൻപേ 3-ാം സ്വർഗത്തോളം. 14 സംവത്സരം മുമ്പേ പൗലോസിന് സ്വർഗത്തിൽ പോയി കാണാനായിട്ട് ഭാഗ്യം കിട്ടി. 3-ാം സ്വർഗം എന്ന് പറയുന്നത് ഇവിടുന്ന് വരുമ്പോഴാണ് 1, 2, 3. സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും അടുത്തിരിക്കുന്ന 1-ാം സ്വർഗമാണ്. പൗലോസ് 3-ാം സ്വർഗം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ഇടയ്ക്കിൽ 1-ാം സ്വർഗം. അതാണ് പുതിയ യെരൂശലേമിലേക്ക് പോകുന്ന എൻട്രൻസ്, പർദീസ. അപ്പോൾ ആ അനുഭവത്തിലേക്ക് പോകാനാണ് നമ്മളെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ ബുദ്ധിയോടെ മുൻപോട്ട് പോയില്ലെങ്കിൽ അന്ത്യക്രിസ്തുവിന്റെ വായിൽ പോയി അകപ്പെടും. അതുകൊണ്ടാണ് ആകാശത്തിലെ പറവകൾ ക്രിസ്തുവിൽ അധിവസിച്ചുകൊണ്ട് എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. തന്നിൽ വസിച്ചിട്ടല്ലാതെ അവന് ഫലം കായ്ക്കാൻ കഴിയത്തില്ല. അങ്ങനെ ക്രിസ്തു എന്ന് പറയുന്ന വചനത്തിലും ആത്മാവിലും അധിവസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അവന് വളർന്നുകൊണ്ടേയിരിക്കും. ആ വളർന്ന് 100 ഇങ്ങോട്ട് വന്ന് 50 25 10 അവസാനം ഞാനല്ല ക്രിസ്തു അത്രേ. അതാണ് പൂർണ്ണത എന്ന് പറയുന്നത്. പെർഫെക്ഷൻ. ക്രിസ്തു എന്ന തലയോളം വളരണം. എഫേസ്യർ 4-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ക്രിസ്തു എന്ന തലയോളം എന്നാണ് വായിച്ചത്. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. സകലത്തിലല്ല, സകലത്തിലും വളരാൻ ഇടയാകും. അത് തന്നെയാണ് കൊലോസ്യലേഖനത്തിൽ വായിക്കുന്ന നാം ആ ക്രിസ്തുവിൽ അധിവസിക്കുമ്പോൾ അവൻ തലയാണ്. നമ്മുടെ തല പോയി. നമ്മുടെ തല, അതാണ് യാഗത്തിന്റെ മൃഗത്തിന് തല വെട്ടണമെന്ന് പറയുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നമ്മൾ ക്രൂശിച്ചനുസരിച്ച് ഇപ്പൊ തല ക്രിസ്തുവാണ്. അതാണ് കൊലോസ്യലേഖനത്തിൽ വായിക്കുമ്പോൾ തലയായവരിൽ നിന്നല്ലോ. 2-ാം അധ്യായം 19-ാം വാക്യം. കൊലോസ്യർ 2:19. തലയായവരിൽ നിന്നല്ലോ ശരീരം മുഴുവൻ. തലയായവരിൽ നിന്നല്ലോ. ആരാ തല? കൊലോസ്യർ 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ക്രിസ്തു സഭയുടെ തല. ക്രിസ്തുവാണ് നമ്മുടെ തല, ഇനി ഞാനല്ല. അപ്പൊ ആ തലയിൽ നിന്ന് വേണം ഇനിയെല്ലാം ഇൻഫർമേഷനും അനുഭവം വരേണ്ടത്. തലയാവിരുന്നല്ലോ വായിക്കാം. ശരീരം മുഴുവൻ സന്ധികളാലും. ആ വാക്യ സഭയുടെ തല ക്രിസ്തു. അങ്ങനെ വാക്യമില്ല. വായിക്കാം. തലയാണ്. അതാണ് നമ്മൾ ഈ ഒരു എഗ്രിമെന്റിൽ ക്രിസ്തു എന്റെ തലയായി മാറി. ഇനി ആ തലയിൽ നിന്ന് വേണം സകലതും അവന്റെ അഭിഷേകത്തിൽ നിന്ന് വേണം പോവാൻ. നമ്മളിവിടെ പള്ളി വരുമ്പം ക്രിസ്തു തലയും അവിടെ വരുമ്പം ലോകം തലയായി പോയാൽ അത് ഭയങ്കര പ്രയാസമായി തീരും. ലോകമനുഷ്യനേക്കാൾ
ഇതായി മാറും. ഇനി വായിക്കും, തലയായവരുന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും. അപ്പൊ ഈ തലയിൽ നിന്ന് വേണം, ക്രിസ്തുവിൽ നിന്ന് വേണം. അതാണ് രണ്ട് ഒലിവുമരം. സക്കറിയ 4-ാം അധ്യായത്തിൽ കാണുന്ന ക്രിസ്തുവും പരിശുദ്ധാത്മാവിൽ നിന്ന് വേണം നമ്മുടെ വളർച്ച. അങ്ങനെ വളരുമ്പോൾ അത് പ്രാപിച്ച് വചനത്തിൽ നിന്നും ആത്മാവിൽ നിന്നും പ്രാപിച്ച് നമ്മൾ വളർന്ന് ഫലം കൊടുക്കുന്നവരായിത്തീരും, വെളിച്ചം കൊടുക്കുന്നവരായിത്തീരും. ക്രിസ്തു ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ആ വെളിച്ചമായ ക്രിസ്തുവിനോട് അധിവസിച്ച് നമ്മൾ വചനത്തിനും പരിശുദ്ധാത്മാവിനും വളർന്നു വരുമ്പോൾ നമ്മളിൽ നിന്നും ഫലം കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകും. ക്ഷമിക്കാനും സ്നേഹിക്കാനും ശത്രുക്കളെ സ്നേഹിക്കാൻ പോലും നമുക്കൊരു വൈരാഗ്യമില്ല. അതെല്ലാം നമ്മൾ ഉണ്ടാകണമെങ്കിൽ ഈ തലയിൽ നിന്ന് വേണം. തലയായിരുന്നല്ലോ വായിക്കാം. ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചിട്ട് നോക്കണം. ചൈതന്യം ലഭിച്ചിട്ട് ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അപ്പൊ ചൈതന്യം നമുക്കുണ്ടാകുകയാണ്. ദൈവിക ചൈതന്യം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 44 പറയുന്നില്ലയോ, യോസേപ്പിന്റെ വചനം കേട്ടപ്പോൾ, യോസേപ്പ് ക്രിസ്തുവിന്റെ സദൃശ്യമാണ്. യോസേപ്പ് ഉയർപ്പിക്കപ്പെട്ടവനാണ്. ആ ഉയർപ്പിക്കപ്പെട്ടവന്റെ വചനം കേട്ടപ്പോൾ പാതാളത്തിലേക്ക് പോകാൻ കാത്തിരുന്ന തന്റെ അപ്പനായ യാക്കോബിന് ചൈതന്യം വന്നതാണ്. വായിക്കാം. 45-ാം അധ്യായം 27-ാം 45-27 ഉൽപ്പത്തി പുസ്തകം 45-27. യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസേഫ് അയച്ച രഥങ്ങളെ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വചനങ്ങളും, യോസേപ്പ് പറഞ്ഞ വചനങ്ങളും, യോസേപ്പ് പറഞ്ഞ രഥവും. രഥങ്ങൾ എന്താ? 68 അങ്ങനെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടിയെ വാഗ്ദത്തങ്ങളാണ്. രഥം എന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങൾ. അപ്പൊ ദൈവത്തിന്റെ രഥം മനുഷ്യനെ കയറ്റിക്കൊണ്ടു പോകാൻ, അത് ഈ ലോകത്തിലേക്ക് അയച്ച രഥം അതാണ്, വാഗ്ദത്തങ്ങളാണ്. നമുക്കൊരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ശരീരത്തിലെയും ആത്മാവിലെയും സകല കന്മഷം. അപ്പൊ ദൈവത്തിന്റെ വചനത്തെയും വാഗ്ദത്തത്തിലും ആശ്രയിക്കണം. ആ വചനവും വാഗ്ദത്തങ്ങളും നമ്മൾ പ്രാപിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കെന്തുണ്ടാകും? ചൈതന്യമുണ്ടാകും. ജോസഫിന്റെ വചനങ്ങളും വാഗ്ദത്തങ്ങളും രഥവും കണ്ടപ്പോൾ തന്റെ അപ്പനായ യാക്കോബിന് വായിച്ചേ, അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നതാവും. വീണ്ടും അവന്റെ ആത്മാവ് ഉയർപ്പിക്കപ്പെടുന്നതാണ് മറ്റു ഭാഷ പറയുന്നത്. അപ്പോൾ നമ്മുടെ അവർ മൂട് മാറിയില്ലേ? നേരത്തെ എന്താ പറഞ്ഞേ? നേരത്തെ 22 വർഷമായിട്ട് പിന്മാറ്റത്തിന്റെ ശക്തി കയറിയിട്ട് വരുന്നവരുടെ സുവിശേഷം തന്നെ. എന്താ സുവിശേഷം? ഞാൻ എൻ്റെ നരയ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങത്തേയുള്ളൂ. എൻ്റെ മക്കളെല്ലാം പോയി, ശിമിയോനില്ല, ജോസഫില്ല. ആര് പറഞ്ഞിടൂ? വല്ലിപ്പോ ആര് പറഞ്ഞു ഇവരില്ല എന്ന്? പുള്ളിയെന്നെ കണക്കൂട്ടുക. ഇങ്ങനെ ഒരു കാലത്ത് വിശ്വാസത്തിന്റെ വചനം പറഞ്ഞ വിശ്വാസികൾ, വേലക്കാർ ആത്മാവിന്റെ അഭിഷേകം പോയി കഴിയും പിന്നെ നിരാശ വയ്യ. പണ്ട് വിശ്വാസികൾ തമ്മിൽ ചോദ്യം കാണുമ്പോൾ വേലക്കാർ രക്ഷിക്കപ്പെട്ടോ? സ്നാനപ്പെട്ടോ? അഭിഷേകം പ്രാപിച്ചോ? എന്നാ കൃപാവരങ്ങളൊക്കെയാ. അത് പറഞ്ഞാൽ എനിക്ക് അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, ഇല്ലയോ? അതുകൊണ്ട് ഇതുണ്ട്, രോഗശാന്തിയുണ്ട്. ഇതൊക്കെ ഒരു കാലത്ത് ദൈവമക്കളുടെ സംഭാഷണമായിരുന്നു. ഇപ്പൊ എന്താ കാണുമ്പോഴേ ചോദിക്കുന്നുണ്ട്, ഓ വയ്യ, ഷുവറാ 320, അത്രയല്ലേ ഉള്ളൂ, എനിക്ക് 380. ഞങ്ങളുടെ ഒരു മദർ കണ്ണൂർ വെച്ച് പറഞ്ഞ് 720 ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ എല്ലാ ഓർഗനും അടിച്ചുപോയി. എന്നാലും അത് പ്രശംസയാണ്. ഞാൻ 720 വരെ എത്തിയെന്നാണ്. ഏതാ ഓസ്കാർ അവാർഡ് കിട്ടുക, അല്ലെങ്കിൽ ഗിന്നസ് ബുക്കിൽ ചേരാൻ. ഇതാണ് ഇപ്പോഴത്തെ സംഭാഷണം. എന്തൊക്കെ കാണുമ്പോഴേ ഷുവറാ, പ്രഷറാ. ആർക്കാണ് പ്രഷർ ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. നീ ഇത് വിളിച്ചു പറയാനാണോ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്? യാക്കോബ് എന്താ പറയുന്നത്? എൻ്റെ നരയ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുവാൻ. ഇത് 22 വർഷമായിട്ട് കിളവൻ വല്യപ്പൻ പറഞ്ഞുകൊണ്ട് സാക്ഷിയാ. എന്നാൽ ദൈവത്തിന്റെ വചനം വന്നപ്പോൾ, വാഗ്ദത്തം വന്നപ്പോൾ വല്യപ്പൻ ചാടി എഴുന്നേറ്റു. ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ ദുഃഖവും മാറി, നരയും മാറി, പാതാളവും മാറി, വാക്കും മാറി. എന്താ പറയുന്നത്? മതി. ഏത് മതി? ഈ അവിശ്വാസം മതി. ഇപ്പൊ ഞാൻ എന്റെ ജോസഫിനെ കാണാൻ പോയിച്ച് കേട്ടോ, ഈ കൂടിയിരിക്കുന്ന വിശ്വാസികളെ, ഈ അവിശ്വാസമെല്ലാം മതി. വേണ്ടാത്ത സംഭാഷണമെല്ലാം നിർത്തണം. വയ്യ, കടമാണ്. നിന്നോട് അനിയന്തിന് കടക്കാരനായത്. ദൈവത്തെ ആശ്രയിക്കാതെ ഒന്ന് കടവല്ലേ? എന്നിട്ട് നാടില്ല ഞാൻ കടക്കാരനാണ്. ഇപ്പൊ യൂട്യൂബ് കൂടെ തെണ്ടുക മനുഷ്യര്, കാണുന്നില്ല? വേണ്ടാത്തതിനെല്ലാം തെണ്ടുക. ദൈവമക്കൾ പോലും തെണ്ടുകയാണ്. അയച്ചു തരണം. ലക്ഷോർ കിടക്കുന്നു, അവിടെ കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു. എന്തൊരു കാലമാണ്.
ഇതൊരു ബിസിനസ്സാക്കി മാറ്റിയിരിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം തരട്ടെ, അതല്ലേ ആവശ്യം. ഇപ്പൊ എന്താ പറയുക? മതി, വായിക്കാം. മതി, എന്റെ മകൻ യോസേഫ് ജീവനോടിരിക്കുന്നു. എന്റെ മകൻ ജോസഫ് ജീവനോടിരിക്കുന്നു. ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. വേറൊരു വിളി പറഞ്ഞു. ആരാ? യോബ്. ഞാൻ ജനിക്കാതിരുന്നാൽ നന്നായിരുന്നു ഒരിക്കൽ പറഞ്ഞു. ഏതാ? പരീക്ഷ കൂടിയപ്പോൾ തന്റെ അഭക്തിയെല്ലാം വെളി വന്നപ്പോൾ കാർക്കോട വിഷം, കാർക്കോട എന്ന് പറയുന്ന പാമ്പ, അതിന്റെ വിഷം വെളി വന്നപ്പോൾ എന്ത് ചെയ്തു? യോബ് ദിവസത്തെ ശപിച്ചു. കാണുന്നതിനെല്ലാം ശപിക്കുക, ദൈവത്തെ പോലും ശപിക്കാൻ പറയും. വീണ്ടും കണ്ണു തുറന്നപ്പോൾ അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ ദൈവത്തെ കാണും. നോക്കണം, ഇതാ നമുക്ക് ആവശ്യക്കാരൻ. ഈ പിന്മാറ്റം മാറുമ്പോൾ നമുക്ക് ഉണർവ് തന്നെ ഉണ്ടാകും. മതി, ഞാൻ എന്റെ മകൻ ജോസഫിനെ പോയി കാണും. നമ്മുടെ പ്രത്യാശ എന്താ? നമ്മുടെ കർത്താവിനെ കാണും. അതിന് ചൈതന്യം ഉണ്ടാകും. അതാണ് എബ്രായ ലേഖനം 4:12 വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി. വായിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേറെ വിടുവിക്കും വരെ. ഇത് വെച്ചൊരു താങ്ങ് താങ്ങിയാലേ ഏതാ? സാത്താനല്ല, ഈ ലോകത്തിലെ പ്രമുഖന്മാരെല്ലാം വന്നു നിൽക്കുമ്പോൾ ശരിയായിട്ടൊരു വചനം വെച്ചൊരു താങ്ങ് കൊടുത്താൽ അവന്റെ അന്തർഭാഗമെല്ലാം കിടന്നിങ്ങനെ മിക്സിയിലെ മോട്ടർ അടിക്കുന്ന പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ദൈവമക്കളുടെ ആയുധം. അല്ലാതെ ആക്ഷീയമായ വാളുമൊന്നുമല്ല വചനം. ജീവനും ചൈതന്യമുള്ളതായി ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പിന്നെ പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേറെ വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും നോക്കണം, തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകും. ഇതാണ് നമുക്ക് ആവശ്യകാലത്തിൽ കേട്ടോ. വേണ്ടവർ പ്രാപിച്ചോണം. ആരെയും ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകാൻ മാർഗമല്ലത്. അപ്പൊ അങ്ങനെയുള്ളതായ ഒരു അനുഭവത്തിൽ വളരുന്ന പറവകൾ, ആകാശത്തിൽ പറവകൾ, അവർക്കിവിടെ വസിക്കാൻ വയ്യാത്തൊരു കാലം വരും. എതിർ ക്രിസ്തുവിന്റെ കാലം അതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എന്റെ ദൈവത്തെ ശരണമാക്കിയിരിക്കിയാൽ. വായിക്കാം 11:1. പക്ഷികളെ പോലെ നിങ്ങൾ പർവ്വതത്തിലേക്ക് പറന്നു പോകും. അപ്പൊ പക്ഷിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം വെച്ചാൽ പക്ഷി പറക്കത്തുള്ളൂ. ലക്ഷ്യമില്ലാതെ ഒറ്റ പക്ഷികളും പറക്കാറില്ല. ഈ പരുന്ത് പോലും ഈ കിടന്ന് റൗണ്ട് അടിക്കുമ്പോൾ അവന്റെ ഒരു ലക്ഷ്യം കണ്ടു, അവിടേക്കാണ് അവൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. പക്ഷികളിലെ ഒന്നാമത്തെ അവനൊരു ലക്ഷ്യം എവിടോട്ടാ? പർവ്വതം. നമ്മുടെ പർവ്വതം സിയോൻ പർവ്വതം. നിങ്ങൾ ആ പർവ്വതത്തെ സ്പർദ്ധിച്ചു നോക്കുന്ന എന്താന്നാണ്? സിയോൻ പർവ്വതത്തെ ദുഷ്ടന്മാർ സ്പർദ്ധിച്ചു നോക്കുന്നു. 68-ാം സങ്കീർത്തനം 16-ാം വാക്യം. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ ദൈവം വസിപ്പാനിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർദ്ധിച്ചു നോക്കുന്നത് എന്ത്? യഹോവ അതിൽ എന്നേക്കും വസിക്കും. ആ ദൈവം വസിക്കുന്ന പർവ്വതം, അവിടേക്കാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് സിയോൻ പർവ്വതം, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. അവിടേക്കാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷികളെ, നിങ്ങൾ ആ പർവ്വതത്തിലേക്ക് പറന്നു പോകണം. പക്ഷെ പറന്നു പോകാൻ ആഗ്രഹിച്ചാലും നടക്കാത്ത ഒരു ഭക്തന്റെ സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചിറകില്ല. ചിറകൾ ഉണ്ടായിരുന്നെങ്കിൽ വായിച്ച് 55-ാം വാക്യം. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ. അത് പഴയ വിശുദ്ധന്മാർക്ക് അങ്ങനെ ചിറകില്ല. പുതിയ വിശുദ്ധന്മാർക്കാണ് ഈ പക്ഷികളുടെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അവർക്കാണ് ചിറക്. അപ്പോൾ ചിറകുണ്ടായിരുന്നെങ്കിൽ എന്നാൽ ഞാൻ പറന്ന് ആ പർവ്വതത്തിൽ പോയി വിശ്രമിക്കുമായിരുന്നു. ഈ അനർത്ഥങ്ങളുടെ മധ്യേ ഞാൻ ഒഴിഞ്ഞു പോയേനെ. അപ്പോൾ അനർത്ഥങ്ങളുടെ മധ്യേ വലിയൊരു അനർത്ഥം ലോകത്തിൽ വരികയാണ്. എതിർ ക്രിസ്തു ലോകത്തെ ഭരിക്കാൻ പോകും. ഇതിൽ നിങ്ങൾ കേട്ടില്ലേ? ചില മതവരെല്ലാം കേട്ടല്ലോ അഫ്ഗാനിസ്ഥാനിലെ സംഭവം. ഇസ്ലാം മതക്കാർ പറയുന്ന ഇമാം മഹദി വെളിപ്പെടുന്ന ഒരു പ്രത്യാശിക്കുന്നു. ബൈബിളിലുണ്ടത്. അപ്പോൾ ആ സംഭവങ്ങളുടെ മധ്യേ നമുക്ക് പറന്നുപോയി വിശ്രമിക്കാൻ ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൽ പറക്കണമെങ്കിൽ നമുക്ക് ചിറക് വേണം. ചിറക് അതേ കാണിക്കുന്നു. ചിറകാണ് ഗതി നിയന്ത്രിക്കുന്നത്. അപ്പം ഗതി നിയന്ത്രിക്കുക, അതിൻ്റെ അർത്ഥം എന്താ? ഒരു പ്രമാണത്തിൽ പോകുന്നത്. മനുഷ്യൻ ഭക്ഷിക്കുന്ന മത്സ്യങ്ങൾ പോലും നീ കഴിക്കുമ്പോൾ ചിറകുള്ളതിനെ കഴിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
വായിച്ച് ലേവ്യ പുസ്തകം 11:10. ലേവ്യ പുസ്തകം 11:10 വായിച്ച്. എന്നാൽ കടലുകളിലും നദികളിലും ഉള്ള വെള്ളത്തിൽ ചലനം ചെയ്യുന്ന എല്ലാറ്റിലും വെള്ളത്തിലുള്ള സകല ജന്തുക്കളിലും ചിറകും ചെതുമ്പലും മത്സ്യങ്ങൾക്ക് പോലും ദൈവം ഒരു പ്രമാണം കൊടുത്തിരിക്കുന്നു. എന്ത് വേണം? ചിറകും ചെതുമ്പലും. ചെതുമ്പലിനെ കാണിക്കുക. കടലിൽ കിടക്കുന്ന മീൻ 365 ദിവസം കടലിൽ കിടന്നാലും അതിനെ പിടിച്ച് കറി വെക്കാൻ നേരത്ത് ഉപ്പൊഴിക്കണം, കാരണം ഉപ്പില്ല. എന്തുകൊണ്ടാണ് ഈ കടലിൽ കിടന്നിട്ടും ഈ മത്സ്യത്തിന് ഉപ്പ് പ്രവേശിക്കാഞ്ഞേ? ചെതുമ്പലുണ്ട്, വേർപാട് ജീവിതം. അപ്പോൾ ദൈവമക്കൾ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകമനുഷ്യരെ പോലെ ഈ വക്രതയും കോട്ടയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വേർപെട്ട് ജീവിക്കണം. അനിന്യരും പരമാർത്ഥികളും. ഫിലിപ്പിയ 2:14 വായിച്ച്. ഫിലിപ്പിയ 2:14. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും പാതകം കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചതാണ് ചെതുമ്പല്. അപ്പൊ ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവർക്കൊരു വേർപാട് ജീവിതമുണ്ട്. ജീവന്റെ വചനം പ്രമാണിച്ച് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. അവർ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. കടലെത്ര ഉപ്പുവെള്ളം പുറപ്പെടുവിച്ചാലും ആ ഉപ്പുവെള്ളത്തിൽ സന്തോഷമായി ജീവിക്കുന്നതിന്റെ കാരണം ഈ ചെതുമ്പലാണ്. ചെതുമ്പൽ പോയി കഴിഞ്ഞാൽ ഈ ഉപ്പിതിനെ ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് ആ ചെതുമ്പൽ വേർപാട് ജീവിതം, നാം ദൈവമക്കളാണ്, നമ്മൾ വേർപെട്ട് ജീവിക്കുമ്പോഴാണ് ഈ ദുഷ്ടലോകത്തിൽ ജയകരമായും സന്തോഷമായും നമുക്ക് ജീവിക്കാൻ. മറ്റൊന്ന് ചിറക്, അത് ഗതിയെ നിയന്ത്രിക്കുന്നതാണ്. മത്സ്യങ്ങള് പാമ്പ് പോകുന്ന പോലെ അല്ലല്ലോ പോകുന്നതാണ്. പാമ്പ് എന്ത് ചെയ്യും? ഏത് സമയത്ത് ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും പോകും. അവിടെ നിലത്ത് ഒരിഞ്ഞു പോകുന്നതിനെ തിന്നരുതെന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ മീൻ അതല്ല. അതിൻ്റെ നമുക്ക് പ്ലെയിൻ പറക്കുന്ന പോലെ മീനിങ്ങനെ വെട്ടിപ്പോകുന്ന നമ്മൾ കണ്ടു. അതിൻ്റെ അർത്ഥം നേരെ യാത്ര, ഗതിയുള്ളവരായിരിക്കണം. ലക്ഷ്യവും വേർപാടും. അപ്പോൾ ഒരു പക്ഷി പറക്കുന്ന സമയത്ത് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ചിറക് വേണം. അതാണ് ദർശനം. ദർ ഈസ് നോ വിഷൻ, പീപ്പിൾ വിൽ പെരിഷ്. ദർശനമില്ലാത്തത് ജനങ്ങൾ മര്യാദ കെട്ടു പോകുന്നു. അപ്പോൾ നമുക്കൊരു ദർശനം. നമ്മളെന്തിനാണ് ഈ പെന്തക്കോസ്ത് വന്നേ? നിത്യജീവൻ പ്രാപിക്കാൻ, സ്വർഗത്തിൽ പോകാൻ, യേശുവിനോട് വസിപ്പാൻ. അത് സന്തതികൾക്ക് പറഞ്ഞു കൊടുക്കണം. അവരെ ലോകത്തിൽ പഠിച്ച് വലിയ മിടുക്കന്മാരായി കാശുണ്ടാക്കാൻ വേണ്ടി പിള്ളേരെ വളർത്തിയാൽ നിന്റെ പിള്ളേർ നഷ്ടപ്പെട്ടു പോകും. നീ ദൈവത്തിന് വേണ്ടി വളർത്തുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി എല്ലാം വളർത്തിത്തരും. ഇത് പല മാതാപിതാക്കന്മാരും പെന്തക്കോസ്തിലും പിള്ളേരെ അവർ ലോകത്തിൽ വളർത്തുക, പഠിപ്പിക്കാൻ വിടുന്നുണ്ട്. അതിനെന്ത് കഷ്ടപ്പെടാനും തരും. പക്ഷെ പ്രാർത്ഥനയ്ക്കും കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. എത്ര ലക്ഷം ചിലവാക്കി പഠിച്ചാലും പ്രാർത്ഥനയ്ക്ക് പോകുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്. അതിനൊരുപാട് ഒഴിവൊഴി പറയുകയും ചെയ്യും. എങ്ങനെ ഗതി പിടിക്കാൻ എനിക്കറിയത്തില്ല. ആ പിള്ളേർ പോകുമ്പോഴോ പോയി ലോകത്തിൽ പോയി നശിക്കുക. എനിക്ക് അപ്പനും വേണ്ട, അമ്മയും വേണ്ട, അനാഥാലയത്തിൽ കൊണ്ടാക്കുക. ഇത് അത് വേണം. വ്യവസ്ഥയില്ലാതെ വളർത്തിയ ഈ മാതാപിതാക്കന്മാർക്ക് ഇങ്ങനെ തന്നെ കിട്ടണം. മനസ്സിലായോ? അതേസമയം ദൈവത്തിൽ ആശ്രയിച്ച മാതാപിതാക്കന്മാർ നീന്റെ പാട്ട് കൂടാന്ന് പറയും. എന്നെ നോക്കാൻ ദൈവം ഉണ്ടെന്ന് പറയും. എത്ര പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിന്നെ ഒന്നും കണ്ടുകൊണ്ടല്ലോ ഞങ്ങൾ വളർത്തിയത്. അതിനൊരു പഴമക്കാരൊരു ഇതും പറയും. മാമ്പൂവിനെയും മക്കളെയും കണ്ട് സന്തോഷിക്കുന്നതാണ്. പണ്ട് പഴമക്കാർ പറയില്ലയോ, നാട്ടിലെ കാരണവന്മാർ തീർത്തു നീന്റെ പാട്ട് കൂടാന്ന് പറയും. നിന്നെ കണ്ടുകൊണ്ടാണ് ഞാൻ ജീവിച്ചത്. അമ്മമാർ പറയും നിന്റെ പാട്ടിന് പോടി, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയം ജീവിക്കുന്നത്. ഇന്ന് എത്ര തള്ളമാർക്കുണ്ട്, എത്ര നന്ദമാർക്കുണ്ട് ആ ധൈര്യം. അതാണ് ദൈവത്തിൽ ആശ്രയമുള്ള മനുഷ്യർക്ക്. അപ്പോൾ മക്കളെ വളർത്തുന്നത് വയസ്സുകാലത്ത് കാശ് സമ്പാദിക്കാൻ വേണ്ടിയല്ല. ഇന്ന് പലരുടെയും ലക്ഷ്യം തെറ്റി. അതുകൊണ്ടാണ് ഈ തലമുറയെല്ലാം നശിക്കുന്നത്. നോക്കണം, പലയിടത്തും തള്ളമാർ വലിയ പ്രോബ്ലമായിപ്പോൾ. ഇവിടുത്തെ കാര്യം ഞാൻ തീർന്നു പറയുന്നില്ല. പല വീടുകളിലും മക്കൾ ഗതി തെറ്റി പോകുന്നുണ്ട്. കാരണം തള്ളമാരുടെ വ്യവസ്ഥയില്ലാത്ത ജീവിതമാണ്. തന്തമാർ പണ്ട് കാലത്തും ഭയങ്കര തല്ലിപ്പൊളികളും കുടിയന്മാരും വെറിയന്മാരുമായിരുന്ന വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. സമുദായക്കാരുടെ ആണുങ്ങളെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അവന്മാരെല്ലാം പിഴയ. ആ കാലങ്ങളിൽ വെറും കുടിച്ച് വെറിച്ച് വീട്ടിൽ വന്ന് ഭാര്യയെ ഇടിക്കുക. നമ്മുടെ സെൻട്രൽ ഭാഷ പറഞ്ഞില്ലേ, ഞങ്ങളുടെ അപ്പൻ ഛർദ്ദിക്കാൻ വേണ്ടി മാത്രമാണ് വീട്ടിൽ വരുന്നത്. ഷാപ്പിൽ കുടിച്ച് വൈകുന്നേരം ഛർദ്ദിക്കാൻ വേണ്ടി വീട്ടിൽ വരുമെന്നാണ്.
എന്തുകൊണ്ട് ആ മക്കളൊക്കെ ഇപ്പോഴും ദൈവമക്കളായി തീർന്നത്? അങ്ങനെ പല വീടുകളില്ലേ? അങ്ങനെ ഒരുത്തും പോകുമ്പോഴും ആ വീട്ടിൽ മുട്ടുമ്മയിൽ നിന്ന് മാതൃകാപരമായി നിൽക്കുന്ന അമ്മമാരുണ്ടായിരുന്നു വീട്ടിൽ. പഴയ കുടുംബങ്ങളൊക്കെ പരിശോധിച്ച് നോക്ക്. അങ്ങനെ മാതൃകാപരമായി ദൈവത്തെ വിളിച്ച് കരഞ്ഞും നിലവിളിച്ചും പോയ അമ്മമാരുടെ വീടുകളൊന്നും നഷ്ടപ്പെട്ടില്ല. ഇന്ന് പല വീടുകളിലും സ്ത്രീകളാണ് ആണുങ്ങളെക്കാൾ എന്തു പറയും, ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി, അത് ലോകത്തിലായാലും ആത്മീയ കോളത്തിലും. അതുകൊണ്ടാണ് ആ കുടുംബം പലയിടത്തും താറുമാറാകുന്നത്. മറ്റത് അവരുടെ അമ്മമാരുടെ കരച്ചിലും അവരുടെ ജീവിതവും. ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് സാക്ഷി പറയാറ്, അതവിടെ മനസ്സിൽ കിടക്കും. കാരണം പെറ്റതള്ളല്ലേ ആ ഒരു ബന്ധം. അല്ല, നിങ്ങളും പരിശോധിച്ചു, നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ടല്ലോ പഴയ അമ്മമാരുടെ കരച്ചിലും കണ്ണുനീരും. തന്തമാരേതെല്ലാം ദോഷപ്രവൃത്തികൾ ചെയ്യുന്ന സമയത്തും ഈ അമ്മമാർ വീട്ടിൽ നിലവിളിക്കുകയും കരയുകയും ദൈവത്തെ വിളിക്കുകയും പള്ളിയോട് അടുത്ത് നിൽക്കുകയും ആത്മീയ കാര്യത്തിൽ ശുഷ്കാന്തി കാണിച്ച് ഒരൊറ്റ കുടുംബം നശിച്ചിട്ടില്ല. ആ പിള്ളേരൊക്കെ വിദേശത്ത് പോയി രക്ഷിക്കപ്പെട്ട ഒരു സാക്ഷി പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ കണ്ണീരാണ്, എൻ്റെ അമ്മയുടെ മാതൃകാ ജീവിതമാണ്. എത്ര പെണ്ണുങ്ങൾക്ക് പറയാൻ കഴിയും? അങ്ങനെ കുടുംബങ്ങളും നശിക്കത്തില്ല. അത് ഓർമ്മ വെച്ചോണം. സ്ത്രീകൾ കുറെ കൂടെ സഹിഷ്ണുത ഉള്ളതുകൊണ്ട് അവർ മക്കൾക്ക് വേണ്ടി ജീവിക്കണം, ഭർത്താവിന് വേണ്ടി ജീവിക്കണം, എങ്കിലേ ആ കുടുംബം ശരിയാകത്തുള്ളൂ. തുല്യ അവകാശം എന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞ ദിവസം കണ്ടില്ല, കല്യാണം കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ ഇങ്ങോട്ട് ഒഴിക്കണമെന്നാണ് പറഞ്ഞതാണ്. ഭാര്യ ഭർത്താവ് ഇങ്ങോട്ട് ഒഴിച്ചു, എടി രണ്ടായി, അത് കുഴപ്പമില്ല, ഞാനിത് ശീലിച്ചിട്ടുണ്ടെന്നോ നോക്കണം, ഇങ്ങോട്ട് ഒഴിച്ചോളാന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. പെണ്ണുങ്ങൾ സിഗരറ്റ് വലിക്കുന്നു, കഞ്ചാവ് വലിച്ചാണ് മൂന്നാലെണ്ണം കഴിഞ്ഞ ദിവസം റോഡിൽ കിടക്കുന്നതാണ്. അപ്പോൾ തുല്യാവകാശം ഏതായാലും തുല്യാവകാശം ദൈവം തരത്തില്ല. ദൈവം തരണമെങ്കിൽ ആത്മീയത്തിൽ കൂടെ വന്നെങ്കിൽ തുല്യാവകാശം കൊടുത്തുള്ളൂ. ആത്മീയത്തിലെല്ലാം ക്രിസ്തുവിലെല്ലാവരും ഒന്നത്ര. അഭിഷേകം പ്രാപിച്ചവരും രക്ഷിക്കപ്പെട്ടവരും ആത്മീയത്തിൽ വരുന്നവരെല്ലാവരും ക്രിസ്തുവിലൊന്നാണ്, മണവാട്ടി. അല്ല, ലോകത്തിൽ ആര് ശ്രമിച്ചാലും ആണാണും പെണ്ണുമാണ്, മെയിലും ഫീമെയിലും. അവിടെ സൃഷ്ടിയിലും അങ്ങനെ തന്നെയാണ്. ആണുങ്ങൾ എടുത്തിയാട്ടക്കാരാണ്, അവന്മാർ അഹങ്കാരികളാണ്, അവർ കുടിയന്മാരാണ്, എല്ലാമാണ്. പക്ഷെ ഇതിനെല്ലാം സഹിക്കാനായിട്ടുള്ളൊരു സഹിഷ്ണുതയുടെ സോഫ്റ്റ്വെയർ കൂടെ പെണ്ണുങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോകം ഇത്രയും പിടിച്ചു നിന്നത്, അവരുടെ സഹിഷ്ണുത. അവർ 10 മാസം ചുമക്കുന്നതിന് അവരുടെ സഹിഷ്ണുതയുടെ നിലയിലാണ്. അതാണ് അമ്മയെന്നുള്ളതായ ഒരു കൺസെപ്റ്റ് കൊടുക്കുന്നതിൻ്റെ കാരണം. അത് മാറി ഇംഗ്ലാസിന്താ വിളിച്ച ഇത് ലോകത്തിൻ്റെ ആത്മാകർ പിടിക്കരുത്. സഹിഷ്ണുത കൊണ്ട് ഇവിടെ ഏത് ഗജവീരനെ മുട്ടുകുത്തിക്കാൻ ഒരു സ്ത്രീക്ക് കഴിയും. അതിനുള്ള സോഫ്റ്റ്വെയർ അവർക്കുണ്ട്. അത് ആത്മീയം കൂടെ ആണെങ്കിൽ ചോദിക്കുകയും വേണ്ട. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുകയും പക്ഷികളെ നിങ്ങൾ പർവ്വതത്തിലേക്ക് പറന്നു പോകുകയും. ചിറക് വേണം. ഈ ചിറക് ബലഹീന ചിറകാകരുത്. ഇപ്പൊ പ്ലെയിനൊക്കെ ഉണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഈ പ്ലെയിൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയുടെ ഓരോ ഘട്ടങ്ങളും കാണാനിടയാണ്. പ്ലെയിൻ 9 ദിവസം കൊണ്ട് അവർ, ഇന്നത്തെ പുതിയ ടെക്നോളജിയിൽ അമേരിക്ക 9 ദിവസം കൊണ്ട് ഒരു പ്ലെയിൻ ഉണ്ടാക്കി പുറത്തെടുക്കും. നമ്മൾ അതിശയിച്ചു പോകും. ഈ വലിയ 700-ഉം 600-ഉം പേരെ കൊണ്ടുവന്ന വലിയ ബോയിങ് പ്ലെയിനുണ്ട്. ഈ 700 പേരെ കയറ്റിക്കൊണ്ട് പോകുന്ന പ്ലെയിനിന്റെ ചിറക് നോക്കണം. അതിന്റെ പിച്ചള കൊണ്ടാണ് അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, ഒരു ദിവസം ഞാൻ പ്ലെയിനിന്റെ ചിറകിന്റെ കീഴിൽ ഒരിക്കൽ യാത്ര ചെയ്യാനിടയായി, ആ കണ്ണാടിയിൽ. അപ്പം ഞാൻ അവിടെ നിന്നിട്ട് പ്ലെയിൻ ശ്രദ്ധിച്ചപ്പോൾ ഇതിങ്ങനെ വികസിച്ച് താഴുമ്പോൾ ആ പിച്ചള നമുക്ക് കാണാം, അതിൻ്റെ ഈ വ്യാഗരി പോലത്തത്. അപ്പോൾ അത് കൊടുത്തെങ്കിലേ ഇത് നിൽക്കുന്നില്ല. ഇല്ലെങ്കിൽ പല പ്രാവശ്യം ഇങ്ങനെ വരുമ്പോൾ ഇരുമ്പോ സ്റ്റീലോ ഒക്കെയാണ് പൊട്ടിച്ചു പോകുന്നത്. അതുപോലെ വെള്ളിയും പൊന്നും, പിച്ചള, വെള്ളി, പൊന്ന്. പൊന്ന് കുറെ കൂടെ സുതാര്യതയാണ്. അപ്പൊ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്റെ ചിറക് വെള്ളി കൊണ്ടും പൈമ്പൊന്നുകൊണ്ടും. വായിക്കേണ്ട തോലുകൾ 68:13 വായിച്ച്. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ടും. അപ്പൊ ഇത് ഒറിജിനൽ പ്രാവല്ലല്ലോ, ഇതേത് പ്രാവാണ്? എന്റെ പ്രാവും നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം. വായിച്ച് 6-ാം അധ്യായം ഉത്തമഗീതം 6:8. എന്റെ പ്രാവും നിഷ്കളങ്കയുമായവളോ ഒരുത്തി. എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം. അതാണ് സഭ. അതാണ് ഉത്തമഗീതം 2:14 വായിക്കുമ്പോൾ.
പാറയുടെ പിളർപ്പിലും കടന്തൂക്കിന്റെ മറവിലും അവിട്ടാ അതിനെ പണിതെടുക്കുന്നത്. വെട്ടുകുഴിയിൽ വെച്ച് തീർത്ത കല്ലുകൊണ്ടെന്ന് പറഞ്ഞ പോലെ പാറയുടെ പിളർപ്പ്. അതാരാ? യേശു ക്രിസ്തു, ദൈവത്തിന്റെ വചനം. അപ്പൊ വചനത്താൽ നിർമ്മിക്കപ്പെടുന്നത് മാറിപ്പോകുന്നില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയി, എന്റെ വചനമോ. അതുകൊണ്ട് വചനത്താൽ നിർമ്മിക്കപ്പെടുന്നത് നിലനിൽക്കും. അതാണ് പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിൽ വിരിക്കുന്ന എന്റെ പ്രാവേ. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ. അതാ സഭ, മറഞ്ഞിരിക്കുന്ന സഭ. അത് വെളിപ്പെടും. അതിനാണ് നമ്മളെ പണിതുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സന്തോഷവും ലാഭവും വീടും വെച്ച് മതിലും കെട്ടി പെയ്ത്തമൊക്കെ പെയ്ത്തം താമസിച്ചിട്ടുള്ള കാര്യമുണ്ട്. പണ്ട് കുടിലിൽ താമസിക്കുന്ന അത്ര ആത്മീയം പലർക്കും ഇല്ല. പണ്ട് ഓലപ്പുര താമസിച്ച വിശ്വാസികളും വേലക്കാർക്കും ഒക്കെ എന്തോ ഒരു ആത്മീയ സന്തോഷം. ഇന്ന് ടൈൽസ് ഇട്ടത്, ടൈൽസിന്റെ മേളിൽ അത് മാറ്റി വേറെ എന്തെല്ലാം കോപ്രാജ്യം കാണിച്ചാലും അകത്തിരിക്കുന്നവർ എന്തൊക്കെ ഉണ്ടെന്ന് പറയാം. വെളിപ്പാടുള്ളവർ എത്ര എണ്ണം ഉണ്ട് ഇന്ന്? സുവിശേഷകളെ തന്നെ വെളിപ്പാടുള്ളവർ എത്ര ഉണ്ടെന്ന് പറയാം. പിന്നെ ദൈവം തമ്പുരാൻ ഇതിനകത്ത് കൊണ്ടുവന്ന് കുറെ കഴിഞ്ഞ് അടിച്ച് പണിച്ച് റെഡിയാക്കി പണിക്കുറ്റം തീർത്തെടുക്കുന്നുണ്ട്. കുറെ എണ്ണത്തിന്റെ കുറെ എല്ലാം പോകും. പണ്ട് വെളിപ്പാടോട് വന്ന വിശ്വാസികളും വിലക്ക്. അതുകൊണ്ടാണ് അവർ ഒരുപോലെ ഇരുന്നത്. തമ്മിലിണക്കിയ നഗരം. വിശ്വാസിയും വേലക്കാരും വ്യത്യാസമൊന്നുമില്ലായിരുന്നു. രണ്ടുപേരും തുല്യരായിരുന്നു. വിശ്വാസി ഒരു കാര്യത്തിൽ മാറ്റി നിർത്താനില്ല, വേലക്കാരും മാറ്റും. രണ്ടുപേരും. അങ്ങനെയാണ് ഈ സഭയൊക്കെ പണിതെടുത്തത്. ആരംഭകാലത്തിലെ ആദ്യ ഫലങ്ങൾ ഒരു നേരെ ദൈവത്തിൽ നിന്ന് വന്നവരാണ്. നമുക്കും എത്താൻ കഴിയും. എന്ത് ചെയ്യണം? ഈ പറഞ്ഞ വചനങ്ങൾ കേട്ട് നമ്മൾ അതിന് പ്രകാരം ക്രമീകരിക്കണം. പ്രാവിന്റെ ചിറക് വായിക്കാം. വെള്ളി കൊണ്ടും അതിന്റെ തൂവലുകൾ. പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ടും അതിന്റെ തൂവലുകൾ പൈമ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആകുന്നു. വെള്ളിയും പൊന്നും ദൈവരാജ്യത്തിന്റെ ഒരു മഹാ ഇതാണ്. വെള്ളിയും പൊന്നും. ഇതിന്റെ ചിറക് എങ്ങനെയുള്ളതായിരിക്കണം? വെള്ളി, തൂവല്, പൊന്ന്. എന്താ വെള്ളിയും പൊന്നും? വെള്ളി വീണ്ടെടുപ്പ്, പൊന്ന് വിശ്വാസത്തിന്റെ നിറവ്. അപ്പൊ വീണ്ടെടുപ്പിന്റെ പ്രത്യാശ അതാണ് പത്രോസ് ലേഖനത്തിൽ പറയുന്നത്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് ഈ ചിറകും തൂവലും അവിടെ പറയുന്നുണ്ട്. വായിക്കാം. പത്രോസ് ലേഖനം 2-ാം അധ്യായം. അന്ത്യകാലത്തിൽ വാക്യം പറ. 1 പത്രോസ് 1-ാം അധ്യായം 4-ാം വാക്യം. 1 പത്രോസ് 1:4. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുക്കിയ രക്ഷയ്ക്ക് ഈ പ്രാക്കൾ പറന്നു പോകാൻ പോവാണ്. അങ്ങനെ പറന്നു പോകുന്ന പ്രാവിന്റെ ചിറകും 2ാമത് തൂവലൂടെ പറയുന്നുണ്ട്. വായിക്കാം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു. അവിടെ വിശ്വാസത്താൽ എന്ന് പറയുന്നത് വീണ്ടെടുപ്പിന്റെ പ്രത്യാശ. നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. ഈ ശരീരം രൂപാന്തരപ്പെടും. നാം എല്ലാം പറന്നു പോകും. കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. പൗലോസ് പറയുന്നില്ല, കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയരായി ഉയർക്കും. അതാണ് പ്രത്യാശ. വിശ്വാസം എന്ന് പറഞ്ഞാൽ, വിശ്വാസത്താൽ എന്ന് പറയുന്നത് പ്രത്യാശ കാണിക്കുകയാണ്. വീണ്ടെടുപ്പിന്റെ പ്രത്യാശ. വീണ്ടെടുപ്പിൽ സന്തോഷിച്ചുള്ള എന്ന് പറയുന്നത്. 2, ദൈവശക്തിയിൽ. അപ്പൊ ഈ പ്രത്യാശ എന്ന് പറയുന്നത് വീണ്ടെടുപ്പിന്റെ പ്രത്യാശയാണ് ഈ തൂവലുകൾ. മറ്റൊന്ന് വെള്ളി. വെള്ളി കുറെ കൂടെ സ്ട്രോങ് ആണ്. അതിലാണ് ചിറക് നിർത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഗതി, ലക്ഷ്യം തെറ്റാതിരിക്കണമെങ്കിൽ വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക്. വായിക്കാം. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുക. അതാണ് നമുക്ക് ആവശ്യം. അല്ല വകുപ്പ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതാണ് വെള്ളിയും പൊന്നും. ആ വെള്ളിയും പൊന്നും നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? ഈ പറഞ്ഞ സ്റ്റേജിൽ നമ്മുടെ ചിറക് നമുക്ക് മാനുഫാക്ചർ ചെയ്യണ്ടേ? അതിനെന്താ വഴി? ആക്ഷരികമായ വെള്ളിയാണോ? പത്രോസ് യോഹന്നാൻ സുന്ദരമെന്ന ഗോപുരത്തിൽ പറഞ്ഞ വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് ഇല്ല. വായിച്ചേ 3-ാം അധ്യായം. അപ്പോസ്തലർ പറഞ്ഞ 3-ാം അധ്യായത്തിൽ. അപ്പൊ ഈ ലോകത്തിന് വെള്ളിയും പൊന്നും അല്ലേ പറയുന്നത്? വായിക്കാം. 6-ാം വാക്യം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല. അപ്പൊ ഈ വെള്ളിയും പൊന്നും അല്ല. പക്ഷെ ഹഗായി 2:8 വായിക്കുമ്പോൾ വെള്ളി എന്റേത്, പൊന്നും എനിക്കുള്ളത് കർത്താവ് പറയുന്നു. വായിക്കാം. വെള്ളി എനിക്കുള്ളത്,
പൊന്നും എനിക്കുള്ളതെന്ന് സൈന്യങ്ങളുടെ പത്രോസ് പറയുന്നത് വെള്ളി എനിക്കില്ല, പക്ഷെ ദൈവം പറയുന്നത് വെള്ളി എനിക്ക് എന്റേത്, പൊന്നും എന്റേത്. അത് ഈ ആക്ഷ്യമായ വെള്ളിയും പൊന്നും അല്ല. യോ പറയുന്നു നിന്റെ പൊന്നും വെള്ളിയൊക്കെ എറിഞ്ഞുകളാ. അപ്പോൾ ദൈവം തന്നെ നിനക്ക് അല്ലെ, ഏതവിടെ വാക്യം? യോബിന്റെ പുസ്തകം എത്രയാണ്? 22:24 നോക്കി. യോബിന്റെ പുസ്തകം 22:24. നിന്റെ പൊന്ന് എന്താ അതിന്റെ അർത്ഥം? നിന്റെ പ്രശംസയും നിന്റെ പ്രവൃത്തിയും, നീ നേടിയതൊക്കെ നീ എറിഞ്ഞുകളാ. പൗലോസ് പറയുന്ന ലാഭമായതൊക്കെയും ഞാൻ ഛേദമെന്നുണ്ട്. ക്രിസ്തുയേശുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ഞാൻ ഇപ്പോഴും ചവർന്നുണ്ട്. അപ്പൊ നീ ലാഭമായി കാണുന്നല്ല, നീ ആദ്യം എറിഞ്ഞുകളാ. യോബിന്റെ ലാഭങ്ങളെല്ലാം ദൈവം ഇല്ലാതാക്കിയതിനു ശേഷമാണ് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്തത്. വീണ്ടും വായിച്ച വാക്യം, ഓഫീർ തങ്കം തോട്ടില് ഇട്ടുകള. നീ നേടിയതൊന്നും നിനക്ക് അവിടെ എത്താനൊക്കത്തില്ല. ആ പർവ്വതത്തിലേക്ക് പറക്കാൻ ഈ ലോകത്തിൽ നീ നേടിയ നിന്റെ സമ്പാദ്യമോ വിദ്യാഭ്യാസമോ നിന്റെ ഇതൊന്നും അവിടെ പ്രയോജനമില്ല. അതെല്ലാം നീ എറിഞ്ഞുകളാം. കർത്താവ് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുത്തനെ ശ്രമിക്കുമ്പോൾ നിനക്കുള്ളതെല്ലാം വിറ്റെന്ത് ചെയ്യണം? ദരിദ്രർക്ക് കൊടുക്കാം. അവൻ സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി. നോക്കണം. അപ്പൊ ഈ ലോകത്തിന്മേൽ ആശ വയ്ക്കുന്നവരത് കിട്ടുകയില്ല. അപ്പം യോ പറയുന്നത് നിന്റെ പൊന്ന്, ഒന്നുകൂടെ വായിച്ച വാക്യമൊന്നും, പൊടിയിലും. കാരണം അതത്രയേ ഉള്ളൂ. ലോകമനുഷ്യർക്കറിയാം, അടുത്ത് നമ്മുടെ താമസിക്കാതെ ചിലപ്പോൾ ഈ അടുത്ത വർഷം സ്വർണ്ണമെല്ലാം വെച്ചിരിക്കുന്നവന്മാർ വാരി എറിയും. പണ്ട് ഇറ്റലിയിലെ കോവിഡ് വന്നപ്പോൾ ഡോളർ എറിഞ്ഞ പോലെ. കാരണം സ്വർണത്തിന് വിലയില്ലാതാക്കാൻ പോവാ, കറൻസിക്ക് വിലയില്ലാതാക്കാൻ പോവാ. അപ്പൊ നോട്ട് അടുക്കി വെച്ചവന്മാരും സ്വർണം കട്ടി വെച്ചിട്ട് എറിയാൻ പോവാണ്. കാരണം ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഇല്ലയോ. ചില സ്ത്രീകൾ വീട്ടിലെ പിള്ളേർക്ക് നേരെ ചുവേ ചാപ്പാട് കൊടുക്കാതെ ചേർത്ത് വെച്ച് 2 പവൻ 3 പവൻ 10 പവനൊക്കെ ആക്കി വെക്കുന്ന പാർട്ടികളുണ്ട് ലോകത്തിൽ. പെന്തക്കോസിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. നോക്കണം. അവസാനം മൂച്ചിറക്കാതെ പക്ഷം ഇറക്കാതെ ചത്തുപോയ പാർട്ടികളുണ്ട്. അപ്പൊ ഇത് ആ സ്വർണ്ണമല്ല, ആ ലോകത്തിലെ സ്വർണം തന്നെ വിലയില്ലാതായിത്തീരുകയാണ്. പൊടിയിൽ എറിഞ്ഞുകളാ. നിന്റെ പേരും പ്രതാവും പ്രശംസയെല്ലാം നീ ഇല്ലാതാക്കുക. അപ്പോൾ സർവശക്തൻ വായിച്ചേ, സർവശക്തൻ നിനക്ക് പൊന്നും വെള്ളിവാഴും. അപ്പൊ ദൈവത്തിന്റെ അനുഭവങ്ങളെയാണ് ഇവിടെ വെള്ളിയും പൊന്നെന്ന് പറയുന്നത്. അതാണ് ഹഗായുടെ പുസ്തകത്തിൽ വെള്ളി എനിക്കുള്ളത്, പൊന്ന് എനിക്കുള്ളത്. യോബ് 23:10 വായിക്കുമ്പോൾ നീ എന്നെ ശോധന ചെയ്താൽ അതിനെന്ത് ചെയ്യണം? ഈ പത്രാസം കാണിച്ചുകൊണ്ട് പോയ കാര്യമൊന്നുമില്ല കേട്ടോ. പാഷന്മാരെ കാണുമ്പോൾ സോപ്പിട്ടിട്ട് ചായോ സ്വത്രം ഒന്ന് പ്രാർത്ഥിച്ചേര്. ഒരു വളവൻ ദുബായിൽ അടിച്ചു പൊളിച്ച് തോന്നിവാസം ജീവിച്ചു വരുത്തിന് അവനറിയാം പെന്തിക്കോസിലെ ടെക്നിക്ക് അറിയാം. അവനുടനെ ബോംബെക്ക് വിളിച്ച് മാസ്റ്റർ PM തോമസിനോട് വിളിച്ചു പോയി, അച്ഛാ എനിക്ക് നെഞ്ചുവേദന പ്രാർത്ഥിക്കണം. എങ്ങനെ തട്ടിപ്പൊക്കെ ചെയ്താ? ഒരു സമക്കാലോട് ഭാഷം പ്രാർത്ഥിച്ചു 2 മണിക്ക് കഴിഞ്ഞ് പൂർണ്ണ സൗഖ്യം കിട്ടുന്നത്. ഇത് കേൾക്കുമ്പോൾ അന്നത്തെ കാലമല്ലോ, വലിയ സന്തോഷമല്ലേ. ഇവൻ തന്നെ അടുത്ത ദിവസം ആഴ്ച സാക്ഷി പറയാൻ പോകുന്നത് നല്ല വെള്ള ഡ്രസ്സ്, ക്ലീൻ ഷേവ്, മുടിയെല്ലാം വെട്ടി, നല്ലൊരു സാക്ഷ്യവും ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അത്ഭുത സൗഖ്യം കിട്ടി. എന്നാ കാരണം? കല്യാണം നടത്തണം. അപ്പോൾ ദുബായിലേക്ക് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു വിശ്വാസി അവിടെ വന്നിട്ടേ ഇല്ല. നോക്കണം, ഒരുത്തൻ അവിടെ സഭയ്ക്ക് വരത്തില്ല. അന്വേഷിച്ച് പിടിച്ചപ്പോൾ അവരുടെ സഭയിലെ മറ്റ് വിശ്വാസികൾ രണ്ടുപേർക്ക് അറിയാം. അവർ എൻ്റെ അച്ഛാ ഇവിടെ കഞ്ചാവ് അടിച്ച് കള്ളും കുടിച്ചൊക്കെ കിടന്ന് പാർട്ടിയാണ്, കാശുണ്ടാക്കുന്നുണ്ട്. നോക്കണം, ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് പാസ്റ്ററോട് പ്രാർത്ഥിച്ച് വലിയ ഫക്കത്തിനെ പോലെ കയറി. അവൻ കല്യാണം കഴിച്ചാൽ ഗുണം പിടിക്കും. അവൻ പറ്റിയ പെണ്ണായിരിക്കും. ഇവനെ ഇട്ടാ വരപ്പിക്കുന്നതിനായിരിക്കും ആ പെണ്ണ്. ഞാൻ പറഞ്ഞിരിക്കാവിലിരിക്കുമ്പോൾ ഇതുപോലെ ഒരുത്തൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇതിനടുത്ത് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ വിശ്വാസി ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ ഒരുത്തനുണ്ട്, അവനവിടെങ്ങും പോകത്തില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വലിയ ആളാണ്. അതിനുവേണ്ടി എന്നെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ എനിക്ക് പ്രയാസം അങ്ങനെയൊന്ന് എൻ്റെ മനസ്സ് അപ്പോഴേ തോന്നി. ഏതാ ഇതുവരെയും വിളിക്കാത്തൊരുത്തരും ഇപ്പം ഞാൻ കൊണ്ട് വരികയെന്ന് പറഞ്ഞ് പണ്ടത്തെ PM-ന്റെ ഈ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ഏതായാലും ഞാൻ പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ച് വന്നപ്പോഴേ ചോദിച്ചു, നീ അവിടെ സഭായത്തിന് പോകുമോ? ഇല്ല. വേലക്കാരുമായിട്ട് ഐക്യമുണ്ട്, വിശ്വാസമില്ല. നീ ഇതിനെന്തിനാ കള്ളം പറഞ്ഞു? സൗഖ്യമാണെന്ന് പറഞ്ഞ് കള്ളം പറയാൻ സാക്ഷി പറയാൻ വന്നാണോ എന്ന് ചോദിച്ചു. ഏതായാലും അവന് സമ്മതിച്ചു. ഇതുകൊണ്ടൊരു കാര്യമുണ്ടോ? ഇതാരെ ബോധിപ്പിക്കാനാണ്? വേഷം കെട്ടും അഭ്യാസവും കാണിച്ചാൽ കൂടുതൽ ശിക്ഷാവിധിക്ക് യോഗ്യരാകത്തല്ലേ ഉള്ളൂ. നീ നിന്നെ തന്നെ വെളിപ്പെടുത്തേ, ഒന്നുമില്ല സമ്മതിക്കേ, അപ്പൊ ദൈവം പ്രവർത്തിക്കും. 23:10 വായിച്ച്, എന്നെ ശോധന കഴിച്ചാൽ തീയിലിടതോ ഉരുക്കിയെടുക്കേ. കർത്താവേ, നീ എന്നെ ഒന്ന് ഉരുക്കെന്ന് പറയണം, പ്രാർത്ഥിക്കണം. നീ എന്നെ ഒന്ന് ഉരുക്കിയെടുക്കേ, എന്റെ പ്രാകൃത സ്വഭാവം ഒന്ന് പോട്ടെ. ദൈവത്തിനറിയാം. നീ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ആ വെളിപ്പാടുണ്ടല്ലോ യോബിന്. നമുക്കെന്താ ഇല്ലാത്ത? കഷ്ടപ്പെടാൻ ശോധനയിൽ കൂടെ പോകാൻ നമുക്ക് മനസ്സില്ലാത്തതിന്റെ കാരണം എന്താ? വെളിപ്പാടില്ല. ഇരമ്യ 9:7 വായിച്ച്. ഇരമ്യ പ്രവചനം 9:7. ഇതാ ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കും. ഇതാ ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കുന്ന. ഉരുക്കണം കേട്ടോ, ഉരുകി പോട്ടെ. സ്വർണം കൊണ്ട് ചൂളയിൽ തീക്കാത്തിട്ടാൽ സ്വർണം ഉരുകത്തില്ലല്ലോ, ഉരുവോ? സ്വർണം ഉരുകുന്നുണ്ട്, പക്ഷെ സ്വർണം അവിടെ തന്നെ ഉണ്ട്. ഈ ഉരുക്കുന്നതിന്റെ കാരണം ഇതിന്റെ കീടം പോകാൻ വേണ്ടിയാണ്. അപ്പൊ ഈ നാളുകളിൽ ഇപ്പോൾ നിങ്ങൾ ഉരുക്കാൻ ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ അന്ത്യക്രിസ്തു നിങ്ങൾ ഉരുക്കും. അത് ഭയങ്കര ഉരുക്കായിരിക്കും. ഏതായാലും രക്തസാക്ഷികളാകാനുള്ള പാർട്ടികൾ ഇതിനകത്ത് കുറെ ഉണ്ട്. രൂപാന്തരപ്പെട്ടില്ലേലും കുറച്ചുപേർ രക്തസാക്ഷിയാവുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ ഉരുക്കാമെങ്കിൽ കാഹളം തിരിച്ച് പോകാം. ഇല്ലെങ്കിൽ അവരിട്ട് ഉരുക്കുന്നത് ഭയങ്കരമായിരിക്കും. കാരണം സ്വന്തക്കാർ ഉരുക്കുന്ന പോലെ അല്ലല്ലോ അത്. അന്യന്റെ കൈ കൊടുത്താൽ അതിച്ചിരി കഷ്ടമായി. ഏതായാലും ഉരുക്കാതെ രക്ഷയില്ല. വായിച്ച് 9:7 വീണ്ടും വായിച്ച്. ഇതാ ഞാൻ അവരെ ഉരുക്കി ഞാനവനെ ഉരുക്കി ശോധന കഴിക്കുന്നു. അവനെ ഉരുക്കി ശോധന കഴിക്കുന്നു. ഇപ്പോഴും ചില ഉരുക്കൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കോവിഡ് കഴിഞ്ഞ് സൗഖ്യം പ്രാപിച്ച് വന്ന മനുഷ്യൻ, മറ്റത് പുള്ളി ഒരുത്തരെയും വിടുന്നതല്ല, കാണുന്നവരെല്ലാം പിടിച്ച് പറഞ്ഞ് കുറ്റം പറയാനും അല്ലെങ്കിൽ അവന്റെ കുറവ് പറഞ്ഞ് അവനിട്ട് രണ്ടു കൊടുക്കാൻ എടുക്കണം. പക്ഷെ കോവിഡ് കഴിഞ്ഞ് ചായ ശത്രുവിന് പോലും ഇതുണ്ടാകരുത്, ശത്രുവിന് പോലും ഇത് വരരുതെന്നോട് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ആള് വ്യത്യാസമായല്ലോ, സംഭാഷണത്തിന് വ്യത്യാസമായി, കാഴ്ചപ്പാടിന് വ്യത്യാസം. അപ്പോൾ കോവിഡ് നല്ലതാ ഇല്ലയോ? ചിലർക്ക് കോവിഡ് വരേണ്ടത് ആവശ്യമാണ്. അതിന്റെ റേറ്റ് ഇതനുസരിച്ചാണ് വരുന്നത്. പുള്ളി ആകെ പരുവക്കടായിപ്പോയി, ചത്തുകൊണ്ടായിരുന്നാ പറഞ്ഞത്. സാക്ഷിയൊക്കെ എന്നോട് ദർശനം കണ്ടത്. ഒരു പാമ്പ് വന്ന് കൊത്തി തന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഒരു ദൂതൻ വന്ന് ഒറ്റ ഏറെറിഞ്ഞെന്ന് പറഞ്ഞു. 5-8 അടി ദൂരത്ത് പോയി കിടന്ന് അങ്ങനെ രക്ഷപ്പെട്ടല്ല ചത്തുപോയെന്ന് പറഞ്ഞു. അപ്പൊ സൂക്ഷിച്ചോണം, ഇനി ഒന്നോട് ഉരുക്കാനും ഇട കൊടുക്കരുത്, നമ്മൾ ശരിയായിക്കോണം. അപ്പൊ ഇവിടിട്ട് തന്നെ ചിലരെ ഉരുക്കുന്നുണ്ട്. ഞാനും ഒക്കെ അങ്ങനെയാണോ വന്നിരിക്കുന്നത്, ഇനിയും ചില കൂടെ ഉരുകാനുണ്ട്. ഇത്രയും സമയം ഈ വചനമൊക്കെ ഇത്രയും പറയാൻ തന്നെ യോഗ്യത ഉരുക്കിയെടുത്തുകൊണ്ടാണ്. ഇനി ഇച്ചിരി കൂടെ ഒന്ന് ഉരുക്കി കിട്ടാമെങ്കിൽ ലക്ഷ്യത്തിലെത്താം. അതിന് കാത്തിരിക്കുക, അല്ലാതെ പ്രമോഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയല്ല. ഇച്ചിരി കൂടെ ഒന്ന് ഉരുക്കാനുണ്ട്, അതുകൊണ്ട് ഉരുക്കി കിട്ടിയാൽ പറന്നു പോകും. പക്ഷികളെ നിങ്ങൾ അപ്പൊ ഉരുക്കി ശോധന ചെയ്ത് നമ്മുടെ ചിറക് വെള്ളി പോലും വീണ്ടും വീണ്ടെടുപ്പിന്റെ പ്രത്യാശ യാക്കോബിനുണ്ടായതുപോലെ, അന്യനല്ല യോ പറഞ്ഞ പോലെ ആ പ്രത്യാശയിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഏൽപ്പിച്ചുകൂടെ തീയിലിട്ട് ശോധന ചെയ്യും. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വരുമായിരുന്നു. അതാണ് രഹസ്യവരവിന്റെ ഒരു ഭാഗം കേട്ടോ. ഈ രഹസ്യവരം എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ വിശ്വാസ രഹസ്യവരവിന്റെ 1-ാം ഘട്ടം ഇതാണ്. ഇത് പഠിച്ചു വെച്ചോ. ഇതാണ് യഥാർത്ഥത്തിലുള്ള രഹസ്യവരവ്. പിന്നെ എല്ലാവരും കൂടെ മേഘത്തിൽ ചേർക്കുന്നു പറഞ്ഞാൽ അത് വേറൊരു കാര്യം. ഇതാണ് ശരിയായ രഹസ്യവരവ്. മലാക്കി 3:1 മുതൽ വായിച്ച്. എനിക്ക് മുൻപായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. ദൂതൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സുശേഷയിലൊക്കെ ഇറക്കി അവർ നിങ്ങളായിട്ട് വചനപ്രകാരമായിട്ടൊക്കെ ചിലപ്പം ചില പറയുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാനൊക്കത്തില്ല. ഉപദേശം മാറ്റണം. ഞങ്ങൾക്ക് പറ്റുന്ന ആളല്ല, അത് കറക്റ്റാ. കാരണം ഞങ്ങൾക്ക് പറ്റുന്ന ആളല്ല പുള്ളി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ കുറേയൊക്കെ വ്യത്യാസമായി ഇല്ല. കാരണം പതുക്കെ ഉരുകാൻ തുടങ്ങുന്നതുകൊണ്ട് ഇതാണ് ശരിയെന്നൊരു ബോധ്യം വരുന്നുണ്ട്. ഇനിയും കുറേ എണ്ണം ശരിപ്പെടുത്താനുണ്ട്. ഇനി അടുത്ത് വരുന്നുണ്ട്. കോവിഡോ അതിന്റെ അപ്പുറത്തേക്കോ ഒന്നില്ലെങ്കിൽ അവസാനം അന്ത്യക്രിസ്തു ശരിക്കിട്ട് ഉരുക്കി കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ കാണുന്നു ഇല്ലയോ, അന്യനല്ല എന്റെ കണ്ണിൽ. ഇതാ ദൂതനെ അയക്കുന്നു. വായിക്കാം. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ
പെട്ടെന്ന് വരും. പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില വേലക്കാരൻ ട്രാൻസ്ഫറായി വരും, ചിലപ്പോൾ ചില സെൻട്രൽ പാസ്റ്റർമാർ ട്രാൻസ്ഫറായി വരും, ചിലപ്പോൾ ലോകത്ത് ചില മനുഷ്യർ നമുക്കെതിരായി നിർത്തും. പ്രതീക്ഷിക്കാത്ത സമയത്ത് വായിക്കാം. പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും, ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? വ്യവസ്ഥ തെറ്റി ജീവിക്കുമ്പോൾ നിയമദൂതൻ വരുമ്പോൾ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ട് വരും. അവർ കിടന്ന് എലിപ്പെട്ടിക്കകത്തുകൊണ്ട് എലിയെ പോലെ കിടന്നിങ്ങനെ മൂക്കിടിച്ചിടിച്ചിടിച്ച് പെയിന്റ് പോകാന്നല്ലേ, വേറെ ഗുണമൊന്നുമില്ല. വായിക്കാം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ 6 നിലനിൽക്കും. ഇതാണ് രഹസ്യവരവ് കേട്ടോ. രഹസ്യവരവിന്റെ ഒരു ഘട്ടമാണ് ഞാനീ പറയുന്നത്. 2ാം ഘട്ടമാണ് തെസ്സലോനിക്ക ലേഖനം 4:16-17. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ രഹസ്യവരവ്. ഗ്രഹിക്കാമെങ്കിൽ ഗ്രഹിച്ചു. ഈ വിശ്വാസികളെല്ലാം രഹസ്യവരവിൽ യേശുക്രിസ്തു വന്നിരിക്കുന്ന വിശ്വാസികളെല്ലാം കൂടി യേശുക്രിസ്തുവിനെ സന്ദർശിക്കുന്ന ഒരു ദിവസമുണ്ട്. അതിന്റെ രഹസ്യവരവാണ്. അത് 2ാം ഘട്ടം മാത്രമേ ഉള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ രഹസ്യവരവ്. ഇത് കൈവയ്ക്കാമെങ്കിൽ പാളത്തില്ല. പെട്ടെന്ന് അന്വേഷിക്കുന്നവൻ വരും. അടുത്ത് വായിക്കാം. അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും കേട്ടോ. എങ്ങനെ ഊതിക്കഴിക്കുന്നവന്റെ ഇച്ചിരി ബുദ്ധിമുട്ടാ. വിശ്വാസി എന്ന് പേര് പറഞ്ഞുകൊണ്ട് വേലക്കാരെന്നുള്ള യൂണിഫോം ഇട്ടുകൊണ്ടൊന്നും കാര്യമില്ല. ഈ തീ നിന്നെ പരിശോധിക്കുന്ന സമയത്താണ് നീ യഥാർത്ഥത്തിൽ പൊന്നുപോലായിത്തീരുന്നത്. അടുത്ത് ഊതിക്കഴിക്കുന്നതിന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും. അലക്കുന്നവർക്ക് മയമുണ്ടോ? പറ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീടിന്റെ ഇച്ചിരി കൊണ്ട് മാറി ഒരു അമ്മച്ചിയുണ്ട്, തുണി അലക്കുകാരത്തിയ, ഒരു അലക്കുകാരുടെ ഫാമിലിയാണ്. ആ ദേശക്കാരുടെയൊക്കെ ഒരു സാധാരണക്കാരുടെയൊക്കെ വീട്ടില് തുണിയെല്ലാം അവർ അലക്കി കൊടുക്കുന്നു. എന്നെ രസമാണെന്നറിയാം. അവർക്കൊരു കല പോലെയാണ്. ആ തൊഴിലിനോട് അവർക്കൊരു കലയുണ്ട്. അവർ ആ ആറ്റുകളിൽ ഇറങ്ങി നിന്നിട്ട് ചിന്നുന്ന അവരുടെ പേര്, അമ്മച്ചിയുടെ പേര് ചിന്നുന്ന. അങ്ങോട്ടിറങ്ങി ഈ തുണി അലക്കുന്ന ആ അലക്ക് കണ്ടാൽ ഇടയ്ക്ക് അവരിങ്ങനെ മൂക്കിക്കൂടെ എന്ന് പറഞ്ഞ ശബ്ദവും വെക്കും ഓരോ അലക്കിനും. അപ്പൊ ഈ അലക്കിന്റെ തുണിയുടെയും ഇതുകൂടെ കേൾക്കുമ്പോൾ ഒരു സ്റ്റീരിയോ സൗണ്ട് പോലെ ഞങ്ങളിങ്ങനെ പറയണം. ആ ചിന്നമ്മച്ചിയുടെ സ്റ്റീരിയോ ഓപ്പറേഷൻ തുടങ്ങി പറയുന്നത്. എന്നിട്ട് നല്ല തേച്ചുകൊണ്ട് ഓരോ വീട്ടിൽ കൊണ്ട് കൊടുക്കും. വല്ല മയമുണ്ടോ? ഇപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ തുണി സാധാരണക്കാർ കഴുകാൻ കഷ്ടം. കാരണം ചിലപ്പോൾ അവിടെയും പോയി ചെളിയെല്ലാം പറ്റി ഇവർക്ക് ഡബിൾ വർക്കാണ്. അയ്യോ ഞങ്ങളുടെ ഭാഷയുടെ തുണിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചാൽ വെക്കുവോ? അലക്കി ശരിയാക്കി എടുക്കണ്ടേ? ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ദൈവം തമ്പുരാൻ അലക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പാർട്ടറാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മദറാണ് അല്ല ചീഫ് പാർട്ടറാ. ഏത് പാർട്ടറാണേലും നിന്നെ അലക്കിയെടുക്കാതെ ശരിയാകത്തില്ല. അതിന് ചാരവെള്ളം പോലെ. അതല്ല സഭയിലെ പുള്ളികളാണെങ്കിലും ചിന്തിച്ചോണം, കർത്താവെ ശരിക്കും അലക്കിക്കോളാൻ പറയണം. ഇല്ലയോ? അലക്കറിയാത്തൊരു അലക്കുമ്പോൾ ഇതെന്തോ അലക്കാന്ന് ചോദിക്കും. വെറുതെ തുണി കീറാമെന്നല്ലാതെ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് അലക്കാൻ വിട്ടുകൊടുത്തേക്കണം. വായിച്ച് ഊതിക്കഴിക്കുന്നതിന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും. മുമ്പിരുന്ന് അമ്മച്ചിയാണ് ഞങ്ങൾ മോനേന്നേ വിളിക്കത്തുള്ളൂ, മോളേന്നേ വിളിക്കത്തുള്ളൂ. അത് പുറമെ അകത്തതിന്റെ ഇപ്പുറത്ത് വാലിൽ ചേർത്ത് വെച്ചിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ മോനും മോളും വിളിയൊന്നുമല്ല. ഇവിടെ അലക്ക് നടക്കണം, എങ്കിലേ തുണി വിളക്കത്തുള്ളൂ. ഇല്ലയോ? ഗോപുരങ്ങൾ കൂടി തുണി അലക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ മാർഗം. ഇന്ന് വിശ്വാസികളും വേലക്കാർക്കും ഇതൊരു അലക്കല്ല, ഇത് സോപ്പിങ്ങാണ്. മക്കളെ, കുഞ്ഞുങ്ങളെ, അതൊക്കെ ആർക്കാ വിളിക്കാൻ പ്രയാസം? ഞാൻ നിങ്ങളെ ഒറ്റ വിളി വേണം ഇവിടെ ചൊല്ലിടിപ്പിക്കും, ഈ മക്കളെന്ന് വിളി. ഇതൊക്കെ അറിയാം. പക്ഷെ ഇവിടെ വേണ്ടെന്നിട്ടൊക്കെ മാറ്റി വെച്ചിരിക്കുക. സോപ്പിടാനും നന്നായിട്ടറിയാം. ഞാൻ കച്ചവടക്കാരനല്ലേ, ഇല്ലെങ്കിൽ അറിയാം. കച്ചവടക്കാർക്ക് സോപ്പിങ് ആവശ്യമില്ല. ഇവിടെ 13ാമത്തെ വയസ്സ് കച്ചവടത്തിന് കയറിയാൽ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. 21ാമത്തെ വയസ്സ് സുവിശേഷ വേലയ്ക്ക് വരുന്നോടം വരെ അതുവരെയും പഠിത്തമുണ്ട്, ഇത് കച്ചവടമുണ്ട്. അപ്പൊ ഏത് മനുഷ്യനെ എങ്ങനെ നയത്തി വെക്കണമെന്ന് അറിയാം. പക്ഷെ ആ നയം ഇവിടെ പറ്റത്തില്ല, ഇവിടെ വേണ്ട. ഇവിടെ അലക്കേണ്ടത് ശരിക്കും അലക്കി എടുത്തോണം. അതാ നല്ലത്. തീ കൂടിയിട്ട് ശോധന ചെയ്തോണം. വായിച്ച് ഊതിക്കഴിക്കുന്നതിന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും. നടത്തിപ്പുകാരൻ ശരിയായൊരു സുവിശേഷ വേലക്കാരൻ സഭയിൽ വരുമ്പോൾ ആ സഭയെ ഊതിക്കഴിക്കണം. അല്ല അവരെ സോപ്പിട്ട് കിട്ടുന്ന ലാഭം വെച്ച് അടിച്ചു തിന്ന് വയറും വീർത്ത് ഷുഗറും പിടിച്ച് ചാകാനല്ല വേലക്കാർ വന്നിരിക്കുന്നത്. ഇത് വരുന്ന വേലക്കാരെ ചില വിശ്വാസികൾ പേടിപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾ ഇവിടുത്തെ വലിയ പുള്ളികളാണ്. എന്തോ വലിയ പുള്ളിയാണ്, ശ്വാസം പോയാൽ തീർന്നില്ല. ഇതാ നടക്കുന്നു. വിടാനൊത്തില്ലെങ്കിൽ ഏത് പുള്ളിയും ഇത്രയേ ഉള്ളല്ലേ.
അതുകൊണ്ട് പുള്ളിയൊന്നുമല്ല വിഷയം, നമ്മൾ പൂർണ്ണരാക്കപ്പെടണം. വായിക്കാം. അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധീകരിക്കുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട്, ആരെ? എല്ലാവരെയും അല്ല, എല്ലാവരും ഒന്നും ഇത് പറഞ്ഞിട്ടില്ല, എല്ലാ വിശ്വാസികൾക്കും ഇത് പറഞ്ഞിട്ടില്ല, എല്ലാ വേലക്കാർക്കും പറഞ്ഞിട്ടില്ല. പിന്നെ ആരെയാ? വായിക്കാം. ലേവ്യ പുത്രന്മാരെ. ആരാ ലേവ്യര്? സമർപ്പിതര്. ദൈവേഷ്ടത്തിനായി തങ്ങളെ തന്നെ സമർപ്പിതരായ വിശ്വാസികൾക്കും വേലക്കാർക്കും പറഞ്ഞ മാർഗമാണ്. അല്ലാത്തവർക്ക് 3 കാര്യങ്ങൾ സാധിച്ചെടുക്കാം. മാമോദിസ മുക്കാം, കല്യാണം നടത്തി കൊടുക്കാം, പിന്നെ ആച്ചിങ്, മാച്ചിങ് ആൻഡ് ഡിസ്പാച്ചിങ്. 3 കാര്യങ്ങൾ. സഭാ മെമ്പർഷിപ്പിന് കിട്ടുന്ന 3 കാര്യം ഇവിടെ ഉണ്ട്. എന്തൊക്കെയാ രാംദാസേ? എന്തൊക്കെയാ? ആച്ചിങ്, മാച്ചിങ്, ഡിസ്പാച്ചിങ്. അത് ഫ്രീ ആയിട്ട് കിട്ടും. അതിന് പിന്മാറ്റക്കാർക്കും കൊടുക്കും, ഇല്ലയോ? ചിലപ്പം വിശ്വാസികളുടെ സ്വന്തക്കാർക്ക് ചിലപ്പോൾ നമ്മൾ അടക്കേണ്ടി വരും. അതിനായം. പക്ഷേ ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ നീ ഊതിക്കഴിക്കാൻ വിട്ടുകൊടുക്കണം, സമർപ്പിതരായിരിക്കണം. അപ്പൊ നിങ്ങൾ ലേവ്യരാണോ അതോ ഇവിടുന്ന് മെമ്പേഴ്സാണോ? ലേവ്യരാണെങ്കിൽ ദൈവേഷ്ടത്തിനായിട്ട് വിട്ടുകൊടുക്കും, ശരിക്കും ഊതിക്കഴിക്കും. അലക്കുന്ന ചാരവെള്ളം പോലെ അങ്ങ് നിന്ന് അലക്കി 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 വെളുപ്പിച്ചെടുക്കും. കറ ചുളുക്കം എല്ലാം മാറും. ചിലർ അലക്കിയാലും കറ മാറത്തില്ല, ഇല്ലയോ? കറ കളയാൻ അവർക്കറിയത്തില്ല. ചിലർ തേച്ചോണ്ട് വന്നാൽ 5 വെട്ടും ചുളിവ് കാണും. ഞാൻ വിശറി കൊണ്ട് ആദ്യമൊക്കെ അടി വാങ്ങിച്ചതാണ്. എൻ്റെ അപ്പൻ്റെ ജുബ ഞാൻ തേക്കാൻ പറഞ്ഞു, തേച്ചപ്പോൾ ചുളിവ് വന്നതിന് വിശറി കൊണ്ട് ചെറിയൊരു അടി. അങ്ങനെ 5 വെട്ടും അടിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, പിന്നെ ഞാൻ തേച്ചെങ്കിലേ അപ്പന് ഇഷ്ടം വരുത്തും. മനസ്സിലായോ? സിൽക്ക് വിവാഹമുണ്ട്, മറ്റേ വിവാഹമുണ്ട്, ആ വിവാഹം, ഇതൊക്കെ ഞാൻ തേച്ച് കൊടുക്കണം. കാരണം എനിക്കൊരു ഇഷ്ടമായി തോന്നി. അപ്പോൾ ആരംഭത്തിലോ എൻ്റെ മനസ്സിൽ പോലെ തോന്നിയതിന് അടി കിട്ടി, ചെറിയ ചെറിയ അടി കിട്ടി, പിന്നെ ക്ലിയറായി. അല്ലെങ്കിൽ സുവിശേഷ വിലയ്ക്ക് പോയ സൗകര്യം ഞങ്ങൾ 2 തേച്ചെങ്കിലും പുള്ളിക്ക് ഇഷ്ടം വരുത്തുള്ളൂ. കാരണം കറക്റ്റായിട്ട് അത് ചെയ്തു കൊടുക്കും. അപ്പോൾ കറ ചുളുക്കമൊന്നുമില്ലാതെ വാട്ടം മാലിന്യൊന്നുമില്ലാതെ ശുദ്ധയും ഇതുപോലെ നമ്മെ പണിതെടുക്കാൻ നമ്മൾ വിട്ടുകൊടുക്കണം, സമർപ്പിതനായിട്ട് വിട്ടുകൊടുക്കണം. അല്ല അവിടെ ഞാൻ എൻ്റെ കുടുംബം എന്തോ കുടുംബമാണ്, ഏത് കുടുംബമാണ്? എന്തുവാ? യൂസഫ് അലി കണ്ടില്ലേ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനാഠ്യന്മാരൊരാളാണ്. എറണാകുളത്ത് വെച്ച് അതുപോലെ പോയി മൂക്കൂത്തിയില്ലേ? പുള്ളി പറയാ, എൻ്റെ ദൈവമാണ് എന്നെ രക്ഷിച്ചത്. അത്രയും വെളിപ്പാട് അങ്ങേർക്കുണ്ട്. നോക്കണം, ഹെലികോപ്റ്റർ പോയി മൂക്കൂത്തി കിടന്നു, ചെളിക്കാത്ത രക്ഷപ്പെട്ടത് അത്ഭുതമാണ്. പുള്ളി പറഞ്ഞു, ദൈവം എന്നെ രക്ഷിച്ചതാണ്. അതാ പുള്ളിക്ക് എപ്പോഴും ദൈവത്തോടും പാവങ്ങളോടൊരു കടപ്പാട്. ദൈവമാണ് എന്നെ നിലനിർത്തുന്നത്. അങ്ങനെ വലിയ വലിയ മനുഷ്യരൊക്കെയും ദൈവത്തിൽ ആശ്രയിക്കുന്നു. അപ്പൊ ചാരവെള്ളം പോലെയും. പിന്നെ വായിക്കാം. ഇരുന്നു കൊണ്ട് ലേവ്യപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അതാണ് നമ്മൾ നടക്കുന്നത്. അങ്ങനെ നാം നിർമ്മലീകരിക്കപ്പെട്ട വെള്ളി പോലെയും പൊന്നുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് ഉത്തേജനമായി, നമ്മുടെ ചിറക് വെള്ളി പോലെ ശക്തമായി, നമ്മുടെ പ്രത്യാശയ്ക്ക് ജീവൻ വെച്ചു. അപ്പോൾ നമ്മൾ പറയും, മതി, ഇനി ഞാൻ എൻ്റെ യേശുവിനെ പോയി കാണും. യാക്കോബ് പറഞ്ഞുപോലെ അതാണ്, പക്ഷികളെ പോലെ നിങ്ങൾ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു. പക്ഷിയുടെ ചിറക് വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും. നമുക്ക് അടയ്ക്കാം. ലേവ്യപുത്രന്മാരെ പൊൻവെള്ളി തമമാ പൂതിക്കഴിച്ചിടുന്നവർ ശോധനയാം തീയാലെന്നെയോ ശുദ്ധീകരിക്കുമല്ലോ. നാം യോഗ്യരായി തീരുക. ഹല്ലേലൂയ. ലേവ്യപുത്രന്മാരെ പൊൻവെള്ളി സമമാ പൂതിക്കഴിച്ചിടുന്നവർ. പറന്നു പോകേണ്ടതായ പറവകൾക്ക്, വിശുദ്ധന്മാർക്ക് വലിയ പരീക്ഷകളുണ്ട്. ജഡത്തിലും പൊതുവായൊക്കെ കഷ്ടങ്ങൾ വരും. പക്ഷേ കഷ്ടങ്ങളോടുകൂടി നീക്കുപോക്ക് നിയമിച്ചിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ പൊന്നുപോലെ നാം വെളിയിൽ വരും. അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം.